നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച അവിഹിത പീഡന വിഷയങ്ങളിൽ മന്ത്രി ഗണേഷ് കുമാർ രാജിവെക്കില്ല. ഭാര്യയെ കണ്ട് മാപ്പ് പറഞ്ഞതിന് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റാക്കിയെന്നാണ് ഗണേഷിൻ്റെ വാദം. സെറ്റിൽമെൻറ്റ് ബോധ്യപ്പെടുത്തിയതോടെ മുഖ്യമന്ത്രിയും ഗണേഷിന് കൈകൊടുത്തു. കുടുംബ പ്രശ്നമെന്ന് പറഞ്ഞ് പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ ഗണേശനും LDFും ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് ഉയരുന്ന ചോദ്യങ്ങൾ ഇതാണ്. എവിടെ മുഖ്യമന്ത്രി താങ്കളുടെ സ്ത്രീപക്ഷ നിലപാടുകൾ? വീട്ടിൽ കയ്യേറ്റമടക്കമുണ്ടായെന്ന് 112-ൽ വിളിച്ച് മുഖ്യമന്ത്രിയുടെ ഭാര്യ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളോടും പരാതിപ്പെട്ടപ്പോൾ അവിടെയെത്തിയ പോലീസ് ഒരു നടപടിയും എടുക്കാത്തത് എന്തുകൊണ്ട്? മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് എല്ലാം പറഞ്ഞെന്ന് ഗണേശൻ്റെ ഭാര്യ പറയുമ്പോൾ മകൾ ഇക്കാര്യം അച്ഛനെ ധരിപ്പിച്ചില്ലേ? ധരിപ്പിച്ചെങ്കിൽ എന്തുകൊണ്ട് നടപടി എടുത്തില്ല? അതോ തീവ്രത കുറവാണെന്ന് തോന്നിയോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകളിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് നടപടികൾ വേഗത്തിലാക്കിയ സർക്കാർ ഗണേഷിൻ്റെ വിഷയത്തിൽ എന്തു ചെയ്തു? 2013-ൽ ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നപ്പോൾ എടുത്ത നിലപാടും പറഞ്ഞ വാക്കുകളും ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ധാർമ്മികത എവിടെ പോയി? അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിൽ CPMക്കാർക്ക് ഒഴികെ എന്ന സ്റ്റാർ ലേബൽ കൂടി എഴുതി ചേർക്കേണ്ട അവസ്ഥയാണോ ഇപ്പോൾ? എന്തേ ആ സ്ത്രീയെ പക്ഷിക്കുഞ്ഞിനെ പോലെ ഉപമിക്കാത്തത്? എന്തേ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് മന്ത്രിമാർ ഒരു പോസ്റ്റ് പോലും ഇടാത്തത്? ബിഗ് ന്യൂസ് ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തിൽ പൊതുപ്രവർത്തക ശ്രീ സീനാദേവി കുഞ്ഞമ്മ, യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ നേമം ഷജീർ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് KM ഷാജഹാൻ, LDF നേതാവ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവരാണ് ബിഗ് ന്യൂസിനൊപ്പം ചേരുന്നത്. ആദ്യം ശ്രീ നേമം ഷജീർ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന ആ ഓഡിയോ സന്ദേശവും അവരുടെ അഭിമുഖവും ഒക്കെ നമ്മൾ കേട്ടതാണ്. എല്ലാ മാധ്യമങ്ങളും അത് വളരെ വിശദമായി തന്നെ ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്ന വിഷയം കൂടിയാണ്. അവിടെ ഒരു ക്രൈം നടന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ. ആ ക്രൈമിന് ശേഷം ഇപ്പോൾ ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടായിരിക്കുകയാണ്. ഗണേശൻ പറയുന്നത് ഭാര്യയോട് ഞാൻ മാപ്പ് പറഞ്ഞതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു. ആ ഒരു കുടുംബത്തിലുണ്ടായ പ്രശ്നമാണ്. ആ കുടുംബത്തിലുണ്ടായ പ്രശ്നം ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവസാനിക്കുന്നൊരു പ്രശ്നമാണോ ഇത്? ശരിക്കും അവിടെ ഒരു ക്രൈം നടന്നിരിക്കുന്നു. ക്രൈം നടന്നിട്ടില്ല എന്നുള്ള ആർക്കും പറയാൻ കഴിയില്ല. അവിടെ ആ ക്രൈം നടന്നു എന്ന് പോലീസിന് തന്നെ കൃത്യമായി വിവരമുള്ളതുകൊണ്ട് 112 എന്ന നമ്പറിലേക്ക് ഗണേശൻ്റെ ഭാര്യ തന്നെ പറഞ്ഞ സംഭവം നമുക്കറിയാം. അപ്പോൾ ഈ കേസ് ഇല്ലാതായി പോകുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇവിടെ ഇപ്പോൾ ഒരു സാധാരണ പോലെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സാമ്പത്തിക ഇടപാട് പോലെ അല്ലല്ലോ. ഇതൊരു വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയല്ലേ? പിന്നെ എങ്ങനെയാണ് ഒരു മാപ്പിൽ മാത്രം ഇത് അവസാനിക്കുന്നത്? രാജിയിലേക്ക് മുഖ്യമന്ത്രി ആ ഒരു രാജി ചോദിച്ചു വാങ്ങാൻ മുഖ്യമന്ത്രി പോലും തയ്യാറാകാത്തൊരു സാഹചര്യം എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഒരിക്കലും രാജിയിലേക്ക് പോകില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സമയത്ത് രാജി വലിയൊരു തിരിച്ചടിയാകുമെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതിന് പ്രേരിപ്പിച്ചത്. ഇവിടെ ഗണേശൻ്റെ ധാർമ്മികത മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുന്നത്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുകയാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ യാമിനി തങ്കച്ചി, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ, ഇതുപോലൊരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ പരാതിയോ ഉയർത്തിയ സമയത്ത് അന്ന് ഇടതുപക്ഷത്തിൻ്റെ നേതാവായ പിണറായി വിജയൻ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്ന് ആത്മപരിശോധന നടത്തുമ്പോൾ ശരിക്കും ധാർമ്മികത ഗണേശൻ്റെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ധാർമ്മികത കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഞാൻ തുടക്കത്തിൽ ഇപ്പം ഗണേശന് ഒരു കാര്യത്തിൽ സംഭവിക്കണം, 2 ഭാര്യമാരും 5000 കാമുകിമാരും എന്ന നേട്ടം, അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടം ഒരു ഇടതുപക്ഷ മന്ത്രിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഗണേശന് അഭിമാനിക്കാം ഈ കാലഘട്ടത്തിൽ. കാരണം ഇടതുപക്ഷത്തിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് അത് നടക്കുന്നത്. ഇവിടെ സദാചാരം പഠിപ്പിക്കാൻ വരുന്ന DYFI അടക്കമുള്ള ചില എഴുത്തുകാരടക്കമുള്ള ആളുകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിനും അതുപോലെ തന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. അപ്പം എന്ത് പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മുന്നോട്ട് വയ്ക്കുമ്പോൾ പാർട്ടി എടുക്കേണ്ട ഏറ്റവും ശക്തമായ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോയത്. ഒരു ആരോപണം ഉണ്ടായ സമയത്ത്, ഒരു പരാതി പോലും വരുന്നതിന് മുമ്പാണ്, ഇപ്പോൾ പോലീസിൻ്റെ നടപടിയോ പോലീസ് കേസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ MLAക്കെതിരെ ഒരു ആരോപണം ഉയർന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവടക്കം KPCC പ്രസിഡന്റ് അടക്കം പാർട്ടി ഒന്നടക്കം ഏറ്റവും മാതൃക ഒരു പാർട്ടിയും എടുക്കാത്ത നടപടി സ്വീകരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഒത്തുതീർപ്പാക്കി എന്ന് പറയുമ്പോഴും ഒരു മുഖ്യമന്ത്രിയും പോലീസും ചേർന്ന് ഒരു പരാതി ലഭിച്ച് 3 ദിവസം വളരെ സൈലൻ്റായി പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് പോലീസിൻ്റെ കയ്യിലേക്ക് ഒരു 112 അല്ലെങ്കിൽ 112ലേക്ക് ഒരു കോൾ വരികയാണ്, അപ്പോൾ എന്നെ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്നു, അല്ലെങ്കിൽ എന്നെ വീട്ടു തടങ്കലിലാക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫോണ് പിടിച്ചു വയ്ക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും
ഒരു ഗുരുതരമായ കുറ്റകൃത്യം നടന്നു എന്ന് പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെയാണ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന കുറ്റകൃത്യവും ഭരണപക്ഷത്തിരിക്കുന്ന ആൾ ചെയ്യുന്ന കുറ്റകൃത്യവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭരണപക്ഷത്തിരിക്കുന്ന ഒരാൾ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അവർക്ക് സഹായമായി പോലീസും അധികാരികളും എല്ലാം വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് അധികാരത്തെ അല്ലെങ്കിൽ പദവികളെ കൃത്യമായി ദുരുപയോഗം ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഒരു മന്ത്രി ആയതിൻ്റെ എല്ലാ പ്രിവിലേജും അദ്ദേഹം ആസ്വദിക്കുകയാണ്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സംരക്ഷണം കിട്ടാത്ത രീതിയിൽ ആഭ്യന്തര വകുപ്പ് മുമ്പോട്ട് പോകുമ്പോൾ, മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും പോലീസിൻ്റെ ഒരു നിയമ സംരക്ഷണം കിട്ടാത്ത, പരിരക്ഷ കിട്ടാതെ മുമ്പോട്ട് പോകുമ്പോൾ ഇത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പം ഇടതുപക്ഷത്തിൻ്റെയും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ഇരട്ടത്താപ്പ് ഇതിനേക്കാൾ വലിയ വ്യക്തമായി കാണിക്കാൻ മറ്റൊരു ഉദാഹരണം വേണ്ട. കാരണം മന്ത്രിയുടെ ഭാര്യ ഒരു പരാതി വിളിച്ച് പറയുമ്പോൾ പോലീസ് വന്നിട്ട് തിരിഞ്ഞു പോവുകയാണ്. കാരണം മന്ത്രിക്കെതിരെയോ മന്ത്രിയുടെ ഗവൺമെൻറ്റിനെതിരെയോ നടപടിയെടുക്കാൻ നിസ്സഹായരാണ്. ഇനി മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ നേരിട്ട് പരാതി വിളിച്ച് പറഞ്ഞപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ സെറ്റിൽമെൻറ്റ് മുഖ്യമന്ത്രി നേരിട്ട് നടത്തുകയാണ്. നമുക്കറിയാം, ഇടക്കാലത്ത് തൃശ്ശൂരിലെ ഡിവൈഎഫ്ഐയുടെ ഒരു ജില്ലാ സെക്രട്ടറി വൈശാഖിനെതിരെ സമാനമായൊരു പരാതി വന്നപ്പോൾ ആ പരാതി പോലീസിന് കൈമാറിയിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ അത് പാർട്ടിക്കകത്ത് പരാതി സ്വീകരിക്കുകയും അത് പാർട്ടിക്കകത്ത് തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതല്ലാതെ നിയമത്തിൻ്റെ വഴിയിലേക്ക് അവർ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി മുന്നോട്ട് വന്നല്ലോ. KPCC പ്രസിഡന്റ് അന്ന് തന്നെ പോലീസിന് കൈമാറുന്നല്ലേ നമ്മൾ കണ്ടത്. ഇതുപോലെ മാതൃകാപരമായ ഒരു നിലപാട് ഇതുവരെ ഇടതുപക്ഷത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എത്ര ഈ പറയുന്ന CPM ശശിക്കെതിരെ ഇതുപോലെ പരാതി ഉണ്ടായിട്ടുണ്ട്, വൈശാഖിനെതിരെ പരാതി വന്നിട്ടുണ്ട്, മുകേഷിനെതിരെ പരാതി വന്നിട്ടുണ്ട്. ഇതാ ഗണേശിനെതിരെ എത്രാമത്തെ പരാതിയാണ്? ഗണേശിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് പരാതി പറയുന്നത്. ഗണേശിൻ്റെ അച്ഛൻ പറഞ്ഞതെന്ന് പറയുന്നത് സിസേറിയൻ ബേബി എന്നാണ് പറയുന്നത് ഇല്ലേ. സഹോദരി പറയുന്നത് സ്വന്തം സഹോദരിയുടെ മകൻ്റെ ചികിത്സയ്ക്ക് സഹായം നിഷേധിച്ച ക്രൂരനായ മനുഷ്യനാണ് ഗണേശ് എന്നാണ് പറയുന്നത് സഹോദരി പറഞ്ഞത്. അതുപോലെ തന്നെ സരിത പറഞ്ഞത് എന്താണ് പറയുന്നത്? ഗണേശിൻ്റെ അച്ഛനാണ് എനിക്ക് ഇത്രയും കാലം സംരക്ഷണം നൽകിയത് എന്നാണ് സരിത പറയുന്നത്. അപ്പോൾ നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്ന ഒരാളാണ് ശ്രീ ഷജീർ. ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങൾ കോൺഗ്രസിലെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുമ്പോൾ ഇത് തനിക്കെതിരെ ഉള്ളൊരു ഗൂഢാലോചനയാണ്, അല്ലെങ്കിൽ തൻ്റെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാണ് ന്യായീകരിക്കാനാണ് അവിടെ ഗണേശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന മാധ്യമങ്ങളോട് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചതല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയല്ലോ ഇത് പുറത്ത് പറഞ്ഞത്? ഞങ്ങൾ ആരെങ്കിലും ആണോ? അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം മുന്നോട്ട് വെച്ചത് ആരാണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. എല്ലാ മാധ്യമങ്ങളിലും കേട്ടതല്ലേ. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറയുന്നത് 2 മാസമായി ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്നു, ഇദ്ദേഹത്തെ സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യ മാത്രമല്ലല്ലോ, ആദ്യത്തെ ഭാര്യയും സമാനമായ രീതിയിലല്ലേ പറഞ്ഞത്. ആദ്യത്തെ ഭാര്യ പറഞ്ഞത് എന്താണ്? ഗണേശ് ഇത്രയും ക്രൂരമായി ശാരീരികമായി പീഡിപ്പിക്കുന്ന മറ്റൊരാളില്ല എന്നാണ് പറയുന്നത്. ശാരീരികമായി സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരാൾ എങ്ങനെയാണ് അല്ലെങ്കിൽ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയായിരിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ത്രീപക്ഷ നിലപാട് എന്ന് പറയുന്നത് കാപട്യമാണ്. ഇന്നലെ നോക്കും മന്ത്രിയുടെ എത്ര വലിയ ധാർഷ്ട്യമാണ്. ഈ പറയുന്ന മന്ത്രി പറയണം 5000 പേരോട് എനിക്ക് പ്രണയമുണ്ട് എന്ന് പറയുമ്പോൾ എത്ര ഒരു വൃത്തികെട്ട സംസ്കാരമാണ് അദ്ദേഹം സൂക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈംഗിക ദാരിദ്ര്യത്തെ, അദ്ദേഹത്തിൻ്റെ മറ്റു രീതിയിലുള്ള സ്വഭാവത്തെ പ്രണയവുമായി കമ്പയർ ചെയ്യാണ്. അതൊരു ദിവ്യമായ പരിഭാവനമായ വാക്കാണ്. അപ്പോൾ ഏതെല്ലാം രീതിയിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 5000 സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാൻ ഇദ്ദേഹം ആരാണ്? പ്രണയം നടിക്കാൻ ഇദ്ദേഹം ആരാണ്? ഒരു മന്ത്രിക്ക് മന്ത്രിയുടെ പണിയില്ലേ? KSRTC നന്നാക്കണം, പൊതുപ്രവർത്തകനാണ്. അപ്പോൾ ഈ രീതിയിൽ വല്ലാത്ത ധാർഷ്ട്യത ഇനി ഈ നാട്ടിലൊന്നും നടക്കാത്ത കാര്യമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിനെ ലഘൂകരിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സ്ത്രീപക്ഷ നിലപാട് ഒക്കെ വളരെ വാതോരാതെ സംസാരിക്കുന്നവരാണ് ഇടതുപക്ഷത്തുള്ളത്. താങ്കൾ അടക്കമുള്ളവരാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ സംസാരിക്കുന്ന ഇടതുപക്ഷത്തെ നേതാക്കളാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ ഒരു വിഷയം, ഒരു സ്ത്രീ തന്നെ, ഒരു മന്ത്രിയുടെ ഭാര്യ തന്നെ ഇത്തരം ഗൗരവമായ ഒരു കാര്യം പറഞ്ഞിട്ടും വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല. അവിടെ താങ്കൾ പറയും അവിടെ മാപ്പ് കൊടുത്തില്ലേ എന്നുള്ളത്. മാപ്പ് കൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്ന കാര്യമാണോ ഇത്? ഇവിടെ ആ പരാതി ഇപ്പോഴും പരാതിയായി തന്നെ നിലനിൽക്കുകയല്ലേ? ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും സംഭവിച്ചില്ല, ഞാനതൊന്നും കണ്ടത് കള്ളം പറഞ്ഞതാണെന്നൊന്നും ഇപ്പോൾ ഗണേശൻ്റെ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഭാര്യ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്രൈമായി അവിടെ നിലനിൽക്കുമ്പോഴും ഈ മുഖ്യമന്ത്രി എന്ത് സ്ത്രീപക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നത്? ജോയി, എൻ്റെ സ്നേഹിതൻ നേമൻ ഷജീർ പറഞ്ഞു കേട്ടു. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഈ നമ്മളെ മന്ത്രി ഗണേശൻ്റെയും സംഭവങ്ങൾ 2 തരങ്ങളിലാണ് ഇത് കാണേണ്ടത്. നോക്കൂ, അവിടെ എന്ന് പറയുന്നത് ഒരു പരാതി ഉയർന്നിട്ടുണ്ട്, ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പറയുന്നത് ഒരു പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ഒരു
ക്രൈം എന്ന് പറയുന്നതാണ് അവിടെ ഒരു കംപ്ലൈന്റ് വേണം. അല്ല 112 എന്ന നമ്പറിലേക്ക് ഞാൻ പറയുന്നേക്കു ആ വ്യക്തി അവിടെ ആ സ്പോട്ടിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് വന്നു പോയ കാര്യം താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയല്ലേ, താങ്കൾക്ക് അറിയില്ലേ? അല്ല ഞാൻ പറയുന്നത് 100% കറക്റ്റ്. എന്താ വീട്ടില് നമ്മളെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് വീട്ടിൽ ഭാര്യയും ഭർത്താവുമായിട്ട് തമ്മിൽ ഒരു അടി. അത് അദ്ദേഹം ഒരു മന്ത്രിയായിപ്പോയി ആരാണ് കുറ്റം? അത് ഒരു മനുഷ്യനല്ലേ അദ്ദേഹത്തിന് മാനുഷികമായി പരിഗണന കൊടുക്കേണ്ട ഒരു ഭാര്യയും ഭർത്താവും അടി. പൊതുപ്രവർത്തകന്റെ ആ കുപ്പായം ഇട്ട് ഉടുപ്പിട്ട് നടക്കരുത്. അത് രണ്ടാമത്തെ കാര്യം. അത് രണ്ടാമത്തെ കാര്യമല്ല, ഒന്നാമത്തെ കാര്യം തന്നെയാണ്. നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നത്തേക്ക് നിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി 2013 പറഞ്ഞ വാക്കുകൾ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് താങ്കൾക്ക് ഓർമ്മയില്ലെങ്കിൽ കേൾപ്പിച്ചു തരാം. അല്ല 2013 എന്താണ് പറഞ്ഞത് അദ്ദേഹം ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ചെയ്യുക എന്ന്. കംപ്ലൈന്റ് സ്വീകരിക്കേണ്ടത്, നടപടി സ്വീകരിക്കേണ്ട ആളുകൾ സംരക്ഷണം കൊടുക്കുന്നു, പരിരക്ഷ കൊടുക്കുന്നു എന്നുള്ളവരായിട്ട് 112 വിളിക്കുകയാണ്. എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നു, എന്റെ ഫോൺ പിടിച്ചു മാറ്റി, മന്ത്രിയുടെ ഗൺമാനും അതുപോലെ തന്നെ മന്ത്രിയുടെ പരിചാരകരും എന്നെ പിടിക്കുന്നു, ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്ന് 112 പരാതി പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ട് നടപടി ഉണ്ടായില്ല. അതാണ് പറയുന്നത്. അവിടെയും നിങ്ങൾ പറഞ്ഞു തന്നായി. രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ അപ്പം പിടിച്ച് ജയിലിലിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഫോൺ കോൾ ഒന്നും വേണ്ട. ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഇരുന്ന് ഇമെയിൽ അയച്ചെങ്കിൽ അങ്ങോട്ട് പോയി പരാതി എഴുതി മേടിച്ച് അങ്ങോട്ട് പോയി പരാതി എഴുതി മേടിച്ച് നിങ്ങൾ വീട് വളഞ്ഞ് ജയിലിലടക്കും. ഇവിടെ 112 ഒരു മന്ത്രിയുടെ ഭാര്യ വിളിച്ച് പരാതി പറഞ്ഞിട്ട് 3 ദിവസമായി എന്ന് നടപടി സ്വീകരിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രി ഇടപെട്ട് മാപ്പ് പറയിപ്പിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. വാർത്തകൾ നിങ്ങൾ കേട്ടില്ലേ? മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് ഗണേശനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി മാപ്പ് പറയിപ്പിക്കാനുള്ള ആളാണോ, നിയമപരമായി നടപടി സ്വീകരിക്കേണ്ട ആളാണോ എന്നുള്ളതാണ് മറുപടി. നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് അവര് പറഞ്ഞു അങ്ങനെ ആകുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഇടപെട്ട് അവരൊരു 112 വിളിച്ചല്ലോ. ഈ മുഖ്യമന്ത്രിയുടെ മകളും വേണ്ട, അദ്ദേഹത്തിന്റെ മകൾക്ക് അങ്ങനെ ഒരു അധികാരമില്ലെങ്കിൽ ആയിക്കോട്ടെ, വേണ്ട. 112 വിളിച്ചല്ലോ. പോലീസ് വന്നില്ലേ? പോലീസ് വന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയോ, അവരെ മൊഴിയെടുത്ത് കേസെടുത്തു? അവർ പരാതി ഉണ്ടല്ലോ, പരാതി ഇപ്പോഴാണല്ലോ ഇല്ലാന്ന് പറഞ്ഞത്. 3 ദിവസം എന്ത് ചെയ്തു? അല്ല ഞാൻ പറഞ്ഞിട്ട് അവര് അപ്പോഴും പരാതി ഇല്ലാന്ന് ഞാൻ പറയുന്നത്. അവര് അന്നും സ്റ്റേറ്റ്മെന്റ് ഏഷ്യാനെറ്റിൽ കൊടുക്കുമ്പോൾ അവര് പറയുന്നത് വെച്ചാൽ എനിക്ക് പരാതി ഇല്ല, എനിക്ക് അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് മകളോട് പോലും വിളിച്ചു പറഞ്ഞിട്ട് ഒരു നടപടി പരാതി ഇല്ല എന്നാണോ പറഞ്ഞത്? അങ്ങനെയാ പറഞ്ഞത്. ഇപ്പോൾ പരാതികളില്ല എന്നാണ് ഞാൻ പറയട്ടെ. അതൊക്കെ ഒരു സൗഹൃദ രീതിയിലല്ലേ വിളിച്ചു പറയുന്നത്? ഇതോ അല്ല മുഖ്യമന്ത്രിയുടെ മകളത്തെ അല്ല ലോ ആൻഡ് ഓർഡറിൽ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കാര്യം നിങ്ങൾ പറയുന്നത്? ശരി, 112 വിളിച്ചിട്ടും കാര്യമില്ല എന്നാണ് പറയുന്നത്. 112 വിളിച്ചിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ നേരിട്ട് വിളിച്ചു എന്നാണ് പറയുന്നത്. മന്ത്രിമാരും മുഖ്യമന്ത്രി തമ്മിൽ കുടുംബപരമായിട്ടുള്ള ബന്ധം കാണുമല്ലോ. ആ ഒരു സഹായം കിട്ടുമെന്ന് കരുതിയായിരിക്കും വിളിച്ചത്. ഞാൻ ഒരു കാര്യം പറ്റും. ഒരു ഭാര്യ ഭർത്താവ് തമ്മിൽ ഉണ്ടായ ഒരു പ്രശ്നം, അത് ശരി, അദ്ദേഹം ഒരു പൊതുപ്രവർത്തനാണ്, മന്ത്രിയാണ്, അദ്ദേഹം ഭരിക്കേണ്ട ചില ഇതുണ്ട്, അത് ചെയ്തിട്ടില്ല 100%. പക്ഷേ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ഭാര്യയും ഭർത്താവുമാണ്. അവരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ തല്ലി. അത് അവര് പറയുന്നുണ്ട്. അതാണ് സതീഷ് വസന്ത്, ക്രൈം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത്. ഞാൻ താങ്കൾ ജോയി പറഞ്ഞത് അവിടെ ഒരു ക്രൈം നടന്നു. എന്ന ക്രൈം നടന്നെങ്കിൽ അവരുടെ ഒരു കംപ്ലൈന്റ് അവര് ചെയ്യണ്ടേ? അവര് പറയുന്നത് എനിക്ക് പരാതിയില്ല. പോലീസിനെ ഒരു സ്ത്രീ 112 നമ്പറിലേക്ക് വിളിച്ച് ഒരു പരാതി അവിടെ പറഞ്ഞിട്ട് അതാണ് ഞാൻ പറയുന്നത്. അധികാരത്തിലിരിക്കുന്ന മന്ത്രിക്കുള്ള പരിരക്ഷ സാധാരണക്കാർക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം. ശരി ഞാൻ രണ്ടുപേരിലേക്കും വരാം. അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ, ഇതാണ് ഇപ്പോൾ പറയുന്ന നിലപാട്. നമുക്കറിയാം, താങ്കൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ പഴയൊരു സാഹചര്യം. കാരണം ആദ്യ ഭാര്യ പറഞ്ഞ പരാതിയും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഈ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളൊക്കെ ഈ സമയത്ത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അതിനൊക്കെ ഒരു നാണം വേണ്ടേ? നാണവും മാനവും ഇല്ലാത്ത കൂട്ടരോട് എന്ത് പറയാനാണ്? എന്തൊക്കെയാണ് അന്ന് പിണറായി വിജയൻ പറയുന്നത്? ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല. ഈ കാര്യത്തിൽ ഒരു നിലപാടുമില്ല. ഭാര്യ എനിക്ക് മാപ്പ് തന്നു, അതുകൊണ്ട് ഈ രാജി വേണ്ട, ഞാൻ രാജി വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാ വേണ്ട, ക്യാബിനറ്റിൽ തുടർന്നോളൂ, ഒരു കുഴപ്പമില്ല, നന്നായി പോവാം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കാണുന്നത്. അല്ല, ഞാൻ ഇതിൽ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഞാൻ പറയുമ്പോൾ
ഈ ഇടതുപക്ഷ പ്രതിനിധി ഇടപെടരുത്. അങ്ങനെ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ പ്രതിനിധി വളരെ പ്രകോപനപരമായി സംസാരിച്ചിട്ടും ഞാൻ മൗനം പാലിച്ച് ഇവിടെ ഇരുന്നത്. ഇനി ഓരോന്നിനും ഞാൻ മറുപടി അങ്ങോട്ട് പറഞ്ഞു തരാം. ഈ ഇടതുപക്ഷ പ്രതിനിധിയുടെ ആദ്യത്തെ വാദം എന്താ? പരാതിയില്ല എന്നുള്ളതാണല്ലോ. പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ധാർമ്മികതയാണ് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ അതിലേക്ക് വരാം. ആദ്യം ഞാൻ ഈ പരാതിയുടെ കാര്യം തന്നെ ഞാനൊന്ന് മറുപടി ഈ ഇടതുപക്ഷ പ്രതിനിധിക്ക് കൊടുക്കാം. ഇടയ്ക്ക് ഇടപെടരുത്. ഇടതുപക്ഷ പ്രതി പറഞ്ഞെന്താണ്? പരാതി വേണ്ടേ എന്നല്ലേ ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി വന്നപ്പം ആദ്യം പരാതി ഇല്ലായിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ഒരു മാധ്യമ പ്രവർത്തക പരാതി മാധ്യമങ്ങളിലൂടെയാണല്ലോ ഉന്നയിച്ചത്. അവർ പോലീസിന് പരാതി കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചില്ലേ? ഇത് അഭിഭാഷകൻ ചിലപ്പം കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടായതുകൊണ്ട് ചിലപ്പോൾ അഭിഭാഷകൻ ഈ പറഞ്ഞ പോലെ 3 കുരങ്ങന്മാരിയ്ക്കുന്ന പോലെ കണ്ണും ചെവിയും പൊത്തിയൊക്കെ ഇരിപ്പുണ്ടാവും. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ഈ അഭിഭാഷകനൊന്ന് ചിന്തിക്കണം. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആദ്യം ഒരു മാധ്യമ പ്രവർത്തക വന്നു, അവരെ ഇയാൾ പീഡിപ്പിച്ചു, അത് ചെയ്തു, തുപ്പി മാന്തി, അവരെ ആക്രമിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് വന്നത്. അപ്പോൾ തന്നെ SIT വെച്ചു. SIT മാസങ്ങളോളം അന്വേഷിച്ചു. ഒരു ചുക്കും കിട്ടിയില്ല, ഒരു പുല്ലും കിട്ടിയില്ല. അവസാനം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇയാൾ ഈ പരാതിയുടെ കാര്യമാണല്ലോ ഇവിടെ നിന്ന് ഈ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരാതിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ആ സ്ത്രീ എന്ത് ചെയ്തു? അവർ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടു. ആരാ മുഖ്യമന്ത്രി? ഈ അഭിഭാഷകൻ എന്ന് പറയട്ടെ. പരാതി കൊടുക്കേണ്ട മുഖ്യമന്ത്രി അടുത്താണോ? പരാതി കൊടുക്കേണ്ടത് ജൂറിസ്ഡിക്ഷനുള്ള പോലീസ് സ്റ്റേഷനിലല്ലേ പരാതി കൊടുക്കേണ്ടത്? അല്ലെ DGPക്കല്ലേ പരാതി കൊടുക്കേണ്ടത്? ആ സ്ത്രീ എന്താ ചെയ്തത്? പോയി മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയെ കണ്ട ഉടനെ തന്നെ മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് മേധാവിയെ വിളിച്ചു, പരാതി മേടിക്കാൻ പറഞ്ഞു. FIR ഇട്ടു. SIT അന്വേഷിച്ചു. മൂന്നാമത്തെ പരാതി എവിടെ നിന്നാണ് വന്നത്? മൂന്നാമത്തെ പരാതി വിദേശത്തു നിന്നാണ് വന്നത്. വിദേശത്തുനിന്ന് പരാതി വന്നാൽ അവർ 3 ദിവസത്തിനുള്ളിൽ SHOയ്ക്ക് വന്ന് നേരിട്ട് പരാതി കൊടുത്തില്ലെങ്കിൽ അത് നിലനിൽക്കില്ല എന്നറിയാൻ മേലാത്തവന്മാരാണോ പിണറായി വിജയനും ഈ അഭിഭാഷകനും? ആണോ? അല്ലല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാം സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് അയാളെ കൊണ്ടുവന്ന് പിടിച്ച് 18 ദിവസം കിട്ടും. ഞാൻ ചോദിക്കുന്ന ഈ അഭിഭാഷകന് നാണമില്ലേ ഈ പരാതിയെക്കുറിച്ച് പരാതി എന്ന് പറയാൻ? ഇയാൾക്ക് ഉളുപ്പില്ലേ, ലജ്ജയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്താ? പരാതി എടുക്കേണ്ടത് ആരാ? പരാതി മേടിക്കേണ്ടത് പരാതി കൊടുക്കേണ്ടത് അവരും പരാതി എടുക്കേണ്ടത് പോലീസുമാണ്. പോലീസ് പരാതി എടുക്കുമോ? പോലീസ് ഗണേഷ് കുമാറിനെതിരെ പരാതി സ്വീകരിക്കുമോ? ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ 3 ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് പറഞ്ഞെന്ന്. മുഖ്യമന്ത്രിയെക്കാളും വലുതാണ് മകളെന്ന് ഞങ്ങൾക്കറിയാം. ആ മകളെ വിളിച്ച് പറഞ്ഞിട്ട് ഈ 3 ദിവസം ഈ മുഖ്യമന്ത്രി ഏത് മാളത്തിലാണ് ഒളിച്ചിരുന്ന മുഖ്യമന്ത്രി 3 ദിവസം കഴിച്ചിട്ടല്ലേ ഇപ്പോൾ വന്നത്. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഞങ്ങളെല്ലാം തീർത്തു. നാണമുണ്ടോ യുവമാർക്കെന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ CPM-കാരന് ഉളുപ്പുണ്ടോ, ലജ്ജയുണ്ടോ? അവൻ്റെ ശരീരത്തിൽ 1.5% ഉളുപ്പെങ്കിലും ബാക്കിയുണ്ടോ? ആ പാർട്ടിയിൽ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് നരാധമന്മാരെ കയ്യാമം വെച്ച്, സ്ത്രീപീഡനം നടത്തുന്ന നരാധമന്മാരെ കയ്യാമം വെച്ച് റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമെന്നാണ് പറഞ്ഞത്. ഇവൻ കാമവെറിയനല്ലേ ഈ ഗണേഷ് കുമാർ? അവൻ പരസ്യമായി എന്ന് പറഞ്ഞത് അവൻ എന്ന് മാത്രമേ ഞാൻ അവനെ അഭിസംബോധന ചെയ്യുള്ളൂ. ഒരു മന്ത്രിയാണ്, പക്ഷേ അവൻ അതേ അർഹിക്കുന്നുള്ളൂ. അവൻ പറഞ്ഞെന്താ? എനിക്ക് 5000 പ്രണയങ്ങളുണ്ടെന്നാണ്. ആലോചിച്ച് നോക്കണം. ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി 5000 പ്രണയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ 5000 സ്ത്രീകളുമായി ബന്ധപ്പെട്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ ഒരാൾക്ക് 5000 പ്രേമം പ്രേമിക്കാൻ പറ്റുമോ? പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ 5ഉം 10ഉം 15ഉം അല്ലേ പ്രേമിക്കുന്നത്. അവൻ വന്നിട്ട് പറയുകയാണ് ഇവിടെ എന്താ നടന്നിരിക്കുന്നത്. ഇവിടെ ഒരു മന്ത്രി, ആലോചിച്ച് നോക്കണം. ഞാനോ നിങ്ങളോ ഇതിനെ നിയമം ഷൈറോ അല്ല. ഇവിടെ ഒരു മന്ത്രി അയാളുടെ വീട്ടിൽ 2 മണിക്ക് ചെയ്തുകൊണ്ടിരുന്ന പണി എന്താ? ഇത് കുടുംബ വഴക്കിൻ്റെ പ്രശ്നമാണെന്നാണ് ഇയാൾ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര ഗതികെട്ട അവസ്ഥയാണ് ഇങ്ങനെ വന്നിരുന്ന് ഛർദ്ദിക്കുന്നത്. കുടുംബ വഴക്കാണോ ഇത്? ഒരു മന്ത്രി അയാളുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഭാര്യയല്ലാത്ത വേറൊരു സ്ത്രീയുമായി പരസ്യമായി പട്ടാപ്പകൽ ഒരു മന്ത്രി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. നാണമുണ്ടോടാ CPM-കാരാ നിനക്കൊക്കെ? നാണമുണ്ടോ? ശരി. അവിടെ ചെന്നിട്ട് അയാളുടെ ഭാര്യ അത് കണ്ടുപിടിക്കുന്നു, അവർ പരാതിപ്പെടുന്നു, എന്നിട്ട് പോലീസ് വരുന്നില്ല. എന്നിട്ട് മുഖ്യമന്ത്രി അതിൻ്റെ ഇടയിൽ നിന്ന്
ഞാൻ പറയേണ്ട വാക്ക് വേറെയാണ്, പക്ഷേ ഞാനത് പറയുന്നില്ല. അതിന് പറയുന്നത് വേറെയാണ്, പക്ഷെ അത് മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ വീണ്ടും പിടിച്ചെന്നെ അകത്താക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ജനം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ഒത്തുതീർപ്പാക്കിയെങ്കിൽ ഇത് ജനം ഒത്തുതീർപ്പാക്കില്ല. ജനം ഇതിലൊരു തീരുമാനം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും. പത്തനാപുരത്തെ സ്ത്രീകൾ തന്നെ, പത്തനാപുരത്തെ വോട്ടർമാരുടെ പേരിലാണല്ലോ ഇവൻ ഈ വൃത്തികേട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പത്തനാപുരത്തെ സ്ത്രീകൾ ഇതിനൊരു തീർപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഇന്ന് പറഞ്ഞത് അവിടുത്തെ പത്തനാപുരത്തെ നാട്ടുകാർക്ക് എന്നെ നല്ലപോലെ അറിയാം, ഞാൻ ചെയ്ത പ്രവൃത്തികൾ എന്താണെന്നും അവിടെ നടത്തുന്ന വികസനങ്ങളൊക്കെ എന്താണെന്ന് അത് നോക്കി വോട്ട് ചെയ്തോളൂ എന്നാണ്. അല്ല, പത്തനാപുരത്തെ ആളുകൾക്ക് വരെ നല്ലപോലെ അറിയാം. എനിക്ക് പത്തനാപുരത്തെ വോട്ടർമാരോട് ഉള്ള ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ ആത്മാഭിമാനമുള്ള ജനങ്ങളാണ്. നിങ്ങൾക്കൊരു കൈത്തെറ്റ് 2016 21 പറ്റി. ഈ വിടനെ, ഈ കാമവെറിയനെ, ഈ കാമഭ്രാന്തനെ, 90 വയസ്സുള്ള VS അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്ന് വിളിച്ച തെണ്ടിയാണ് ഈ ഗണേഷ് കുമാർ. അതുകൊണ്ട് ഈ കാമഭ്രാന്തനെ, ഈ വെറിയനെ, ഈ നരാധമനെ തോൽപ്പിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് ഇവനെയൊക്കെ മൂലയ്ക്കിരുത്തണം എന്നാണ് എനിക്ക് പത്തനാപുരത്തെ അന്തസ്സുള്ള വോട്ടർമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീനാദേവി കുഞ്ഞമ്മ തത്സമയം ചേരുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ സ്ത്രീപക്ഷം നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ് താങ്കളോട് ആവർത്തിക്കുന്നത്. എപ്പോഴും നമുക്ക് അറിയാവുന്നതാണോ, താങ്കൾക്കടക്കം അറിയാവുന്നതാണല്ലോ, എപ്പോഴും ഈ സ്ത്രീപക്ഷ നിലപാടുകളുമായി വരും. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് ഇടും. അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണല്ലോ, ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എടുത്ത് സ്വീകരിച്ച നിലപാട്, മറ്റ് ചില വിഷയങ്ങൾ വന്നപ്പോൾ എടുത്ത് സ്വീകരിച്ച നിലപാട്, അവിടെയൊക്കെ പറയുന്നതിനപ്പുറം ഇങ്ങനെ വലിയ വാക്കുകളുമായി ഇടതുപക്ഷത്തെ നേതാക്കൾ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടുത്തെ വനിതാ നേതാക്കളും എല്ലാം വലിയ പോസ്റ്റുകളും ടാഗുകളുമായിട്ടൊക്കെ വരും. ഇപ്പോൾ പോസ്റ്റുമില്ല, ടാഗുമില്ല, ഒന്നുമില്ല. ഒരു മാപ്പ് പറഞ്ഞു, കുടുംബ പ്രശ്നമെന്ന് പറഞ്ഞ് ഈ വിഷയം അവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിപ്പോ ഇന്നത്തെ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ്. ഇത് കേവലം ഒരു കുടുംബ പ്രശ്നമാക്കി മാറ്റി തീർക്കുമെന്നും ഇതിലെ രാഷ്ട്രീയപരമായിട്ട് ഒരു കോട്ടം പറ്റാത്ത രീതിയിൽ ഇടതുപക്ഷം ഇത് സെറ്റിൽ ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് സഞ്ചരിക്കും എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് ഉറപ്പുള്ളൊരു കാര്യമായി. ഇന്നലെ ഈ സമയം തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു ഇന്നത്തേക്ക് തന്നെ, ഇന്ന് പകൽ തന്നെ ഇതെല്ലാം തന്നെ സെറ്റിലാക്കപ്പെടുന്ന ഒരു കാഴ്ചയിലേക്ക് പോകുമെന്ന്. പക്ഷെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ധാർമ്മികത എന്താണ്, സ്ത്രീപക്ഷ നിലപാട് എന്താണ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ നിലയ്ക്കുന്നത്. ഇതൊരു രാഷ്ട്രീയപരമായ ചോദ്യമല്ല. നമുക്കൊക്കെയും രാഷ്ട്രീയപരമായിട്ട് ഉന്നയിക്കാൻ സാധിക്കുന്ന ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമല്ല. മറിച്ച് ജനങ്ങൾക്ക് ധാർമ്മികമായി, സാധാരണമായി, സർവ്വസാധാരണമായി ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എടുക്കുന്ന സ്ത്രീപക്ഷ നിലപാടിനെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക. ഒരു ഐക്യരാമാനം, ഒരു രാജിയിലേക്ക് എത്തപ്പെടേണ്ടിയിരുന്ന ഒരു മന്ത്രിയെ ഒരു കുടുംബ പ്രശ്നം എന്നുള്ള നിലയിൽ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തെ, ഒരു ധാർമ്മിക പ്രശ്നത്തെ അങ്ങ് സെറ്റിൽ ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് മുഖം രക്ഷിക്കാൻ എങ്ങനെയാണ് ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിക്കുക? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു അതിജീവതയെ അഭിനയിപ്പിച്ചുകൊണ്ട് ഒരു പരസ്യം പുറത്തിറക്കി, അതൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇനിയും തുടരും എന്ന് ഒരു അതിജീവതയെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വീഡിയോ പ്രചരണം നമ്മൾ LDFന്റേതായിട്ടുള്ളത് നമ്മൾ കണ്ടു. അപ്പോ ഈ ഗവൺമെന്റ് എല്ലാ കാലവും സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളിടത്തെല്ലാം തന്നെ സ്ത്രീകളെ വെപ്പനൈസ് ചെയ്യുക, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ടൂളായിട്ടോ അല്ലെങ്കിൽ ആയുധമായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ച മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ, സ്ത്രീകൾക്ക് സംരക്ഷണവും നന്മയും ഒരു സമൂഹത്തിലോ നിലനിൽപ്പും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഭരണപക്ഷത്തിലെ ഒരു മന്ത്രിക്കെതിരെയാണോ പ്രതിപക്ഷത്തിലെ ഒരു MLA-ക്കെതിരെയാണോ ആർക്കെതിരെ ആകട്ടെ പരാതി വരുന്നത്, ആ പരാതികളെ ഒരേ ശൈലിയോടുകൂടി സ്വീകരിക്കും. അതിൽ എടുക്കുന്ന മറുപടികളും നടപടികളും ആ സ്ത്രീക്ക് നീതി ലഭിക്കുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. പക്ഷെ ഇത് ഒരു സംസ്ഥാന മന്ത്രിയുടെ ഭാര്യ, അതും നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള കേസുകളിൽ, ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളിൽ നിരന്തരമായി സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വസ്തുതാപരമായി തന്നെ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. KB ഗണേഷ് കുമാറിനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് കേരളത്തിലെ ഒരു ഈ പറയുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും ഉൾപ്പെടെയുള്ള എല്ലാ 112 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ ഒരു വേണ്ടി എല്ലാവിധമായ സേവനങ്ങൾക്കുമായി ഇരിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന കേരളത്തിന്റെ സ്പേസിൽ നിന്നൊരു മന്ത്രി തന്നെ ചോദിക്കുകയാണ് ആ നമ്പറിലേക്ക് വിളിക്കുന്നവർക്ക് വട്ടല്ലേ എന്ന്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ളവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്തരം ടോൾ ഫ്രീ നമ്പറുകളിലേക്ക് വിളിക്കുന്നത് ശരിയായ ഒരു രീതി അല്ല എന്ന് പറയുന്ന സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ കൃത്യമായി എടുക്കുകയും അത് മാധ്യമങ്ങളോട് പറയുകയും അത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുവാൻ എനിക്ക് എന്തുമാകാം എന്ന് പറയുന്ന ഒരു ശൈലിയിലേക്ക്
സഞ്ചരിക്കുന്ന ഒരു മന്ത്രിയാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് യാതൊരു തരത്തിലും സ്ത്രീപക്ഷമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. കെ ബി ഗണേഷ് കുമാറിന്റെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കരയ്ക്കടുക്കാത്ത കപ്പൽ എന്നോ മറ്റൊരു നോവൽ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ കപ്പിത്താൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആടി ഉലഞ്ഞ് ആകെ നാശമായിരിക്കുന്ന കപ്പൽ ആകെ പൊളിഞ്ഞ് വശം കെട്ട് കരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇനി ഒരു ചക്രവാളത്തിന്റെ ദൂരത്തേക്ക് സഞ്ചരിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ട ഒരു അവസ്ഥയിലേക്ക്, രാഷ്ട്രീയപരമായ ദുരവസ്ഥയിലേക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏതു മേഖലയിലും ആകട്ടെ ഒരു ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ധാർമ്മികത എന്നുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട് നമ്മുടെ ജനങ്ങളുടെ സോഷ്യൽ വെൽഫെയർ ആയിരിക്കണം ഒരു ഗവൺമെന്റ് പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തമെന്ന്. പക്ഷേ ഏതൊരു മേഖലയിലാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഗവൺമെന്റ് ഈ പറയുന്ന സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സാമൂഹിക ക്ഷേമം അല്ലെങ്കിൽ ജനങ്ങളുടെ സംരക്ഷണം, വൾണറബിൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്ന എല്ലാവിധമായ സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സെക്ഷൻസിനെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ എവിടെ പറയാനാണ് സാധിക്കുക? അപ്പോൾ അത്തരത്തിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ചു കാലം 6-7 മാസക്കാലമായിട്ട് നമ്മൾ ഒരുപാട് തരത്തിൽ സ്ത്രീകൾ എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്നുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹയാത്രികരുടെയും സ്ത്രീകളുടെയും ഇടതുപക്ഷത്തെ സ്ത്രീ സംരക്ഷകരായിട്ടുള്ളവരുടെയും ഒക്കെ ശബ്ദം ഇങ്ങനെ വാളുകളുടെ ഛണഛണധ്വാനം പോലെ നമ്മൾ ിക്കുന്നുണ്ട്. അവിടെയൊക്കെയും സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിച്ച സ്ത്രീകൾ എവിടെ? ഇടതുപക്ഷത്തിന്റെ സഖാക്കൾ എവിടെ? നേതാക്കൾ എവിടെ? ഡിവൈഎഫ്ഐയും SFIയും എവിടെ? നിങ്ങളുടെ പ്രചരണങ്ങളും നിങ്ങളുടെ പ്രതിഷേധങ്ങളും ഒക്കെ എവിടെ? നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോമാളിത്തരവും കോപ്രായവും ഒക്കെ ഇപ്പൊ ഇവിടെ പോയി? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ അത് മറുപടി പറയുവാനായിട്ട് ഡിവൈഎഫ്ഐക്കോ SFIക്കോ ഒന്നും സാധിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയവൽക്കരിക്കുവാനായി സ്ത്രീകളെ അവരുടെ പരാതിയും ലഭിക്കുന്നുണ്ടോ എങ്കിൽ അത് ആശ്വാസകരമായും അങ്ങേയറ്റം ആഘോഷകരമായും ഉപയോഗപ്പെടുത്തുന്ന എന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുവാൻ ത്രാണിയുള്ള ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ദൗർഭാഗ്യവശാൽ നിലനിൽപ്പില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ധാർമ്മികമായി അവസാനിപ്പിക്കാം. സ്വീകരിക്കേണ്ടിയിരുന്നത് രാജിവെപ്പിക്കുക. ഈ പറയുന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ രാജിവെക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് പോകേണ്ടിയിരുന്നു. അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം എടുത്ത നിലപാട് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത്. ഒരു വ്യക്തിക്കെതിരെ റിട്ടേൺ കംപ്ലൈന്റ് വരുന്നതിന് മുൻപേ ആരോപണങ്ങൾ വന്നപ്പോ, മാധ്യമങ്ങളിലേക്ക് ഓഡിയോകൾ വന്നപ്പോ, അവിടെ ചർച്ചകൾ വന്നപ്പോ, മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോ, സമൂഹത്തിന്റെ പൊതുസമൂഹം സോഷ്യൽ മീഡിയ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോ ആ വിഷയത്തിൽ ചർച്ച ചെയ്യലുകൾ അവിടെ ഇപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തെ നേതാക്കൾ പറയുന്നത് ഇവിടെ പരാതി ഒന്നും ഇല്ലല്ലോ എന്നുള്ളതാണ്. ഈ പരാതി ഒന്നും ലഭിക്കാതെ എങ്ങനെ നടപടിയെടുക്കും? അതല്ല, ഇന്നലെ തന്നെ പരാതി ലഭിക്കില്ല, ഇതിൽ സെറ്റിൽ ആക്കപ്പെട്ട ഒരു കുടുംബ പ്രശ്നമാണ് എന്ന് വളരെ വിഭ്രതിയോടുകൂടി സംസാരിക്കുന്ന കെ ബി ഗണേഷ് കുമാറിന്റെ സ്റ്റാഫിലുള്ളവർ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ, രാഷ്ട്രീയ സുഹൃത്തുക്കളൊക്കെ വളരെ വിഹ്വലതയോടുകൂടി ഇത് പെട്ടെന്ന് അവസാനിക്കും, ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുടുംബ പ്രശ്നമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട വിഷയമല്ല ഈ സംഭവിച്ചിരിക്കുന്നത്. കെ പി ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം, അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ സംഘടനാപരമായ ഇടപെടലുകൾ, സാമൂഹികപരമായിട്ട് ഒരു മന്ത്രിസഭയിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം, ഇതൊന്നും തന്നെ ഒരു നാട്ടിലെ സ്ത്രീകൾക്ക് അവരുടെ സംരക്ഷണത്തിന് എന്ത് സന്ദേശമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുക്കാൻ സാധിക്കുന്നത്? വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. കൊണ്ട് രാജി വെപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു മറുപടി പറയുവാൻ ഇടതുപക്ഷത്തിന് സാധിച്ചേനെ. ശരി, ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ താങ്കൾ പറയുന്നത് കേസില്ല, പരാതിയില്ല, ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷെ അത് എല്ലാവർക്കും അറിയാവുന്ന, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്, എല്ലാ കാര്യങ്ങളും. ഇവിടെ 2-3 പേരും സംസാരിച്ചതുപോലെ ഇക്കാര്യം മുഖ്യമന്ത്രിക്ക് അറിവില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് കൃത്യമായി അവിടെ പോയിട്ടുണ്ട്. പോലീസ് ഈ കാര്യങ്ങളൊന്നും അലർട്ട് ചെയ്യാതിരിക്കില്ല. DGPക്ക് അടക്കം ഈ കാര്യങ്ങൾ അവിടെ ഈ ചെന്ന 112 കോൾ അനുസരിച്ച് അത് അറിഞ്ഞ് അവിടെ ചെന്ന പോലീസ് ഈ കാര്യങ്ങളെല്ലാം അവർ മാത്രം അറിഞ്ഞ് പോകുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അത് കൃത്യമായും പോകേണ്ടടുത്ത് പോയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഒരു മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾ ഈ കാര്യം അറിഞ്ഞ് ഒരു ചെവിയിൽ കേട്ട് മറ്റു ചെവി കൂടെ കളഞ്ഞോ എന്ന് എനിക്കറിയില്ല. അത് പറയാൻ തന്നെയായിരിക്കും സാധ്യത. പറഞ്ഞില്ലെങ്കിൽ അതും തെറ്റാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഈ മാപ്പിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ഇന്നലെ രാത്രി നടത്തിയ നാടകങ്ങളിലൂടെ ഇതൊന്ന് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതും അത് തന്നെയല്ലേ വാസ്തവം? എന്നിട്ടാണോ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ജോയ്, ഞാൻ ഈ ന്യായീകരിക്കാനല്ല വന്നത്. ഞാൻ പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഞാൻ 100% ചെയ്തില്ലേ? അവിടെ തെറ്റ് നടന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഇതിനെ താങ്കൾ അടക്കമുള്ള ഇടതുപക്ഷക്കാർ ഈ ഇങ്ങനെയുള്ള ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാതെ നീ എവിടെ ന്യായീകരിച്ചു പറയൂ. നിങ്ങൾ പറയുന്ന, ഞാൻ പറയുന്ന ഒറ്റ കാര്യം പറഞ്ഞോളൂ. ഇത് ന്യായീകരിക്കുന്നത് ഞാൻ പറഞ്ഞു. ഇപ്പം നിങ്ങൾ ഗണേശൻ്റെ ആദ്യത്തെ ഭാര്യ,
ആദ്യത്തെ തങ്കച്ചി ഡോക്ടർ വന്നിട്ട് അവരെന്ന് വെച്ചാൽ സ്റ്റാൻഡായിട്ട് നിന്നു, ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ സ്റ്റാൻഡായിട്ട് നിന്നിട്ടുണ്ട്. ഇപ്പോഴും മാറിയിട്ടില്ല. അവർ പറഞ്ഞത് ഈ മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു, അവർ പറഞ്ഞ ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇനി അത് പിൻവലിക്കുന്നു എന്നൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ പറയുന്നത് അപ്പോഴത്തേക്ക് ഇപ്പൊ ഈ രണ്ടാമത്തെ ഇവരും പറയുന്ന വെച്ചാൽ ഈ ബിന്ദുമേനും പറയുന്ന അവർ പറയുന്ന വെച്ചാൽ ഇത് അദ്ദേഹം അത് ഞാൻ കണ്ടത് തെറ്റായ ഒരു പൊസിഷനിലാണ്, അല്ലെ എൻ്റെ കണ്ണിൽ കാണാത്ത ഒരു ഭാര്യ കാണാത്ത രീതിയിലാണ് കണ്ടത്. ശരി, ഓക്കെ. അല്ല, ഞാൻ വേറൊന്നും അല്ല അഡ്വക്കേറ്റ് സതീഷ് ഹസൻ, കേട്ട പാതി കേൾക്കാത്ത പാതി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഈ സ്ത്രീപക്ഷ നിലപാട് അങ്ങനെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ഇങ്ങനെ പല സംഭവങ്ങൾ ഇതുവരെ കേട്ട പല സംഭവങ്ങളും കേൾക്കാത്ത പാതി എതിർപക്ഷത്തുള്ളവരാണെങ്കിൽ, ഇടതുപക്ഷത്തുള്ളവരാണെങ്കിൽ ഇതൊന്നും കേൾക്കുകയില്ല, കാണുകയില്ല. മറുപക്ഷത്തുള്ളവരാണെങ്കിൽ ഒരു വാക്ക് കേട്ടാൽ മതി, ചാടി ഇറങ്ങി അറസ്റ്റ്, ലോക്കപ്പിലിടല് എല്ലാം നടക്കും. അപ്പോൾ ഇതൊന്ന് കേട്ടപ്പോൾ ഇത്രയും സമയമായല്ലോ, എന്നിട്ട് എന്തെങ്കിലും നടപടി എടുക്കാനുള്ള ധൈര്യം, ഈ ധാർമ്മികത പറയുന്നതിൽ എന്തർത്ഥമാണ്? അതിന് മറുപടി പറയും. ധാർമ്മികത ഇല്ലാത്ത ഇപ്പൊ ഞാൻ പറഞ്ഞു മുകേഷിനെതിരായിട്ട് പരാതി വന്നു, ആരെങ്കിലും പോലീസായിട്ട് കേസെടുക്കാതിരുന്നിട്ടുണ്ടോ? എത്ര പേര് സിനിമാ നടന്മാരെ വന്നിട്ടുണ്ട്, സാംസ്കാരിക നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്, രാഷ്ട്രീയക്കാർക്കെതിരായിട്ട് വന്ന് എവിടെയാണ് കേസെടുക്കാതെ ഇരുന്നിട്ടുണ്ട്. അതിന് ഞാനിത് പറയുന്നത് വ്യക്തമായിട്ട് ഇവർ കൊടുക്കണമെന്നേ. അങ്ങനെ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തിട്ടുള്ള വ്യക്തി ശിക്ഷിക്കപ്പെടണം, ഇന്ത്യൻ നിയമം അനുസരിച്ച് ശിക്ഷിക്കപ്പെടണം. പക്ഷേ അതല്ല ഇവിടെ പറഞ്ഞത്, അതുകൊണ്ടാണ് പ്രശ്നം. ഇത് നമ്മൾ തമ്മിൽ താങ്കൾ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, അത് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പോകുന്നത്. കുടുംബ പ്രശ്നം ഞാൻ പറയട്ടെ, അവർക്കില്ലാത്ത ഒരു പ്രശ്നം. സാർ, ഇതൊരു കുടുംബ പ്രശ്നം മാത്രമല്ല, ഇതൊരു ക്രൈം അവിടെ നടന്നിരിക്കുന്നു. അവിടെ മന്ത്രിയുടെ ഗണേശന്റെ കൂടെയുള്ള സ്റ്റാഫ് ആ വ്യക്തിയെ പിടിച്ചു മാറ്റുകയും കയ്യിൽ പിടിക്കുകയും മൊബൈൽ തട്ടിയെടുക്കുകയൊക്കെ ചെയ്തത് ഒരു ക്രൈമാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നീക്ക് ക്രൈമാണ്. ഞാൻ ബഹുമാനപ്പെട്ടത് എൻ്റെ സ്നേഹിത ഇരിക്കുന്നത് നിയമ ഷജീർ ഇരിക്കുന്നു. ഇപ്പം ബഹുമാനപ്പെട്ട ഇദ്ദേഹം ഷാജഹാൻ സാറും പറഞ്ഞു, നമ്മൾ മാങ്കൂട്ടത്തിനെതിരായിട്ടൊരു പരാതി വന്നപ്പോഴത്തേക്ക് SIT രൂപ. ഓക്കെ, SIT രൂപീകരിച്ചിട്ട് എന്ത് ചെയ്തു? SIT രൂപീകരിച്ചിട്ട് പരാതിക്കാരില്ലായിരുന്നു. അത് പരാതിക്കാർ വന്നതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിനെതിരായിട്ട് കേസ് പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എവിടെ എനിക്കെവിടെയുള്ള പരാതി എവിടെ, ഈ പരാതി എവിടെയെന്ന് തന്നെ വെച്ചത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പാർട്ടി നടപടിയെടുത്തു, അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കി. ബഹുമാനപ്പെട്ട ഷജീർ വലിയ കാര്യം പറയണമെങ്കിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. പാർട്ടി എടുത്ത നടപടിയിൽ നിന്ന് ഒരു വ്യക്തിയുടെ കൂടെ അദ്ദേഹം നിയമസഭയിൽ ആരെ കൊണ്ടുവന്നത്? ഈ വ്യക്തിയല്ലേ കൊണ്ടുവന്നത് ഷജീർ. അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. ആ നിലപാടുകളാണ് ഞാൻ പറയുന്നത്. ഈ നിലപാടുകളിൽ നമ്മൾ മാറ്റം വരാതിരിക്കണം, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അത് ശരിയല്ലല്ലോ. അല്ല, അപ്പോൾ ഈ പരാതി ഇല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ മാപ്പില് ഒതുങ്ങി പോകട്ടെ എന്നുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം. ഞാനും ജോയിയായിട്ട് അടി കൊണ്ടു. ഞാൻ ജോയിയെ മർദ്ദിച്ചപ്പോഴത്തേക്ക് പോലീസ് വരുമ്പോഴത്തേക്കും ജോയിനെ ചോദിച്ചു, ജോയി നിങ്ങൾക്ക് നമുക്ക് കേസെടുക്കാൻ വരാമെന്ന്. ജോയി പറഞ്ഞില്ല. ഞാനും അദ്ദേഹമായിട്ട് ഒരു അടികൾ കൂടി എനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യും? ഇതേ പറഞ്ഞോളൂ. അതുപോലെയാണോ സാർ ഇത്? അങ്ങനെ പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കാവുന്ന ഒരു വിഷയമാണോ ഇത്? അല്ല, നിങ്ങൾ ഈ പൊതു സമൂഹത്തിൽ എന്താണ് ഈ നടന്നിരിക്കുന്നതെന്ന് കൃത്യമായി അറിയാവുന്നതല്ലേ? അല്ലെങ്കിൽ പറയണം, ഈ പീഡന ഒരു അടിപിടി കേസോ ഒരു സാമ്പത്തിക ഇടപാട് നമ്മൾ തമ്മിൽ ഉണ്ടാകുന്നത് പോലെ അല്ല ഇവിടെ. അവിടെ ഇപ്പൊ താങ്കൾ പറയും ഭാര്യയും ഭർത്താവും അല്ലേ എന്ന്. അല്ല, പിന്നെ എങ്ങനെയാണ് ഒരു നിയമം അനുസരിച്ച് എങ്ങനെ പോകണം? ഓക്കെ ഷജീർ, നിയമം അനുസരിച്ച് ഇങ്ങനെയൊക്കെ പോകുള്ളൂ. അല്ല, ഞാൻ ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയാം. ഞാനാണ് അനുഗമിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഞാൻ എപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുഗമിച്ചത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടണം, അല്ലെങ്കിൽ അത് ക്രൊണോളജിക്കലി ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. നമുക്കറിയാം, ഒരു പരാതി, ഇത് അദ്ദേഹം തന്നെ പറഞ്ഞു, പരാതി പോലും വരുന്നതിന് മുമ്പാണ് SIT രൂപീകരിച്ചതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് രാഹുലിൻ്റെ വിഷയത്തിൽ. അപ്പം രാഹുലിനെതിരെ പോലീസ് സ്വയമോട്ടെ കേസെടുക്കുന്നത് ഒരു പരാതി പോലും വരുന്നതിന് മുമ്പാണ്. അപ്പം വായുവിലൂടെ ഇതുപോലെ പ്രചരണം നടത്തി രാഷ്ട്രീയമായ ഒരു ആരോപണം ഉന്നയിച്ച സമയത്താണ് രാഹുലിനെതിരെ സ്വയമോട്ടെ കേസെടുക്കുന്നത്. പക്ഷേ പരാതിക്കാരില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നൊന്നും ഒരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് പരാതി പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ വരുന്നതിന് മുമ്പേ തന്നെ പാർട്ടി നിലപാട് സ്വീകരിച്ചു, അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ പ്രഖ്യാപിച്ചു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം, പാർട്ടി സസ്പെൻഷൻ പ്രഖ്യാപിക്കുന്നത് പള്ളി കമ്മിറ്റിയിലെ വിലക്ക് പോലെ അല്ലല്ലോ. ആരടുത്തും മിണ്ടാൻ പാടില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം
തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് അന്ന് സ്വാഭാവികമായി അദ്ദേഹത്തോട് ഇപ്പം അനുഗമിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അദ്ദേഹത്തിനോട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഊരുവലക്ക് നമുക്ക് ചില പള്ളി കമ്മിറ്റികളുണ്ടല്ലോ, എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ സംസാരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അങ്ങനെയല്ല. സസ്പെൻഷനിലാണെങ്കിൽ നമുക്ക് ഔദ്യോഗികമായ പരിപാടികൾ, ഇപ്പം ഞാൻ ജില്ലാ കമ്മിറ്റിയുടെ പരിപാടികൾ ക്ഷണിച്ചു അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നടപടിയുമായി പോയാൽ പാർട്ടി ആ വിഷയം അവിടെ കൊണ്ടുവന്നത് ഇതിൽ നിന്ന് കൂടുതൽ ചർച്ച മതിലേജിപ്പിച്ചുകൊണ്ടാണ് താങ്കൾ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ പാർട്ടി വിരുദ്ധത എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക കമ്മിറ്റിയിലേക്ക് പരിപാടിയിലേക്ക് ക്ഷണിച്ച് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് പാർട്ടി ലംഘനമായി മാറുന്നത്. അത്തരത്തിലൊരു സാഹചര്യമല്ല അവിടെ ഉണ്ടായത്. അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താണ്, പിന്നെ ഈ പരാതി പോലും വരുന്നതിന് മുമ്പ് രാഹുലിനെതിരെ നടപടിയും അന്വേഷണവുമായി പോയി എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് 112 വിളിച്ചു എന്ന് പറയുമ്പോൾ 112 വിളിക്കുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ആ സ്ത്രീ പോകണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവരുടെ പരാതി എന്താണ്, എന്നെ വീട്ടു തടങ്കലിലാക്കി, എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു, എന്നെ മർദ്ദിച്ചിരിക്കുന്നു, എന്നെ റൂമിൽ ലോക്ക് ചെയ്തിരിക്കുന്നു, എൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളെങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുന്നത്? ഇത്രയും ഗൗരവമുള്ള, മന്ത്രിയുടെ വൈഫാണ് വിളിച്ച് പറയുന്നത്, ഇത്രയും ഗൗരവമുള്ള ഒരു പരാതി പറഞ്ഞിട്ട് അതിനൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ അത് പരാതിയായി FIR ആക്കാൻ ഈ പോലീസിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെയാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയ അല്ലെങ്കിൽ അധികാരത്തിന്റെ ദുർവിനിയോഗം എന്ന് പറയുന്നത്. മന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഈ പോലീസിന് കഴിയില്ല എന്നുള്ളതാണ്. അപ്പം മന്ത്രി ചെയ്താൽ, മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ആരെങ്കിലും പരാതി പറഞ്ഞാൽ ഇവിടെ ഒരു FIR-ഉം ഇല്ല. അതാണ് ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ വ്യത്യാസം. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾക്ക് അയാൾക്കെതിരെയാണ് ഒരു ആരോപണം വന്നാൽ ചാടിക്കറി നടപടിയായി അറസ്റ്റായി അദ്ദേഹത്തിന് ജയിലിലിടുന്ന നടപടിയുമായി പോകുന്നു. അപ്പം രാഷ്ട്രീയമായ പകപോക്കൽ ഇവിടെയുണ്ട്. ഇതിനകത്തൊരു സെലക്റ്റീവ് ഇടപെടലുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്ന റോളിലേക്ക് മാറുകയാണ്. രണ്ടുപേര് തമ്മിലുള്ള ഇല്ലേ, ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഞാൻ അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത് എന്ന് മന്ത്രി പറയുകയാണ്. ആ മാപ്പ് പറയാനുള്ള കാരണം അതാണ് എന്ന് പറയുന്നത്. ഇനി ഒരു സാധാരണ മനുഷ്യൻ ഒരു വിഷയത്തിൽ മാപ്പ് പറയേണ്ടത് എപ്പോഴാണ്? ഇപ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിയാൽ ഞാൻ എപ്പോഴാണ് മാപ്പ് പറയേണ്ടത്? അത് തിരിച്ചറിയുമ്പോൾ ഞാൻ മാപ്പ് പറയണം. ഇവിടെ എപ്പോഴാണ് മന്ത്രി മാപ്പ് പറയുന്നത്? ഇത് വിവാദമായി അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം തെറിക്കുമെന്ന് കണ്ടപ്പോൾ മാത്രം മാപ്പ് പറയുന്നത് അത് നിഷ്കളങ്കമായിട്ടുള്ള മാപ്പ് പറയത്തിലല്ല, ഒരു പൊതുപ്രവർത്തനം ചേർന്ന പരിപാടിയല്ല. അദ്ദേഹത്തിന്റെ തെറ്റെന്താണെന്ന് പോലും സ്വയം തിരിച്ചറിയാവാതെ ആ കസേര നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കാപട്യം കാണിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ ഇടപെടൽ എന്ന് പറയുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിയുടെ മകളും പോലീസും എല്ലാം ചേർന്ന് ഒത്തുകളിക്കുകയാണ്. ഇവിടെ നടപടി സ്വീകരിക്കേണ്ടവർ, കേസെടുക്കേണ്ടവർ എല്ലാവരും മൗനം പാലിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു ക്രൈം നടന്നിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ആ ബാധിക്കപ്പെട്ട ആൾ പോലും പറയുന്നില്ലല്ലോ. ക്രൈം നടന്നു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. അപ്പൊ ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രൈമിന്റെ ഭാഗമായി എന്ത് പ്രൊസീഡിങ്സ് നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ പ്രൊസീഡിങ്സിന് തടസ്സം നിന്നത് എന്താണ്? മന്ത്രി കസേരയും അധികാരവുമാണ്. അതല്ലാതെ സാധാരണക്കാരനാണെങ്കിൽ എടുക്കുന്ന നടപടി ഇങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അവരുടെ എല്ലാ കാലത്തും ഇങ്ങനെയാണ്. അവർക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കും. ഇനി രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ നടപടി സ്വീകരിക്കും. അത്ര തന്നെയാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി അടക്കം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എന്ത് നടപടി സ്വീകരിച്ചു? ഹേമ കമ്മിറ്റി എത്ര നാളാണ് പൂഴ്ത്തിവെച്ചത്? ഞാൻ കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധതയും സ്ത്രീകളുടെ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ എതിരെയുള്ള ചൂഷണത്തിനെതിരെയുള്ള വലിയ പോരാട്ടം എന്ന് പറയുന്നത്, വലിയൊരു അന്വേഷണം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റിയാണല്ലോ. ഈ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഈ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഗണേഷ് കുമാർ അല്ലെങ്കിൽ ഈ പറയുന്ന മുകേഷിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? അദ്ദേഹത്തിന് ഇപ്പോഴും MLA വാഴിക്കുകയല്ലേ? അദ്ദേഹത്തിന് മാറ്റി നിർത്താൻ തയ്യാറായിട്ടില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, ഡിസ്മിസ് വരെ ചെയ്തു. ഒരു നടപടി കോടതിയുടെ വിധികൾ വരുന്നതിന് മുമ്പാണ് ഈ നടപടിയെല്ലാം സ്വീകരിച്ചത്. ഈ എയറിലുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നടപടി സ്വീകരിച്ചത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു MLA-ക്കെതിരെ നടപടി എടുത്തതിന്റെ ഒരു ഉദാഹരണം പറയാനാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ ഗണേഷ് കുമാറിനെതിരെ നിരവധി ആരോപണമുണ്ടായി, മന്ത്രി ഇതുപോലെ മുകേഷിനെതിരെ ആരോപണമുണ്ടായി, ഈ പറയുന്നത് പോലെ വൈശാഖിനെതിരെ ആരോപണമുണ്ടായി. പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഈ സർക്കാർ ഭരിക്കുമ്പോൾ ഗോവിന്ദചാമി ജയിലിൽ ചാടുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടത്തെ ഈ സർക്കാർ ഭരിക്കുമ്പോൾ കുറ്റവാളികൾക്കാണ് ഏറ്റവും കൂടുതൽ പരിരക്ഷ കൊടുക്കുന്നത്. 670 രൂപ ശമ്പളം, താമസ സൗകര്യം എല്ലാം അവിടെയുണ്ട്. ഈ പറയുന്ന അല്ലേ, കുറ്റവാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന സർക്കാരാണ്. ഇരകളോടൊപ്പം നിൽക്കുന്നവരല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവർത്തിച്ച്. സ്വന്തം പക്ഷത്തുള്ളവരാണെങ്കിൽ കൂടുതൽ സംരക്ഷിക്കും, മറുപക്ഷത്താണെങ്കിൽ അത് മറ്റു തരത്തിൽ കണക്കാക്കുകയും ചെയ്യും. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ഷാജഹാൻ, ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ ഇടതുപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, എനിക്ക് സ്പീക്കറാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഇത് മാധ്യമങ്ങൾ കൊണ്ടുവന്നൊരു വിഷയമാണ്, ഇതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ് എന്നൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. ഇവിടെ ഇപ്പോൾ 112 എന്ന് പറയുന്നൊരു നമ്പർ, അത് ആ നമ്പറിലേക്ക് ആർക്ക് വേണമെങ്കിലും ഇത്തരം പരാതികൾ വിളിച്ച് പറയാം, അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. പിന്നെ അങ്ങനെ പറഞ്ഞൊരു പരാതിയാണ് ഇപ്പോൾ ഈ തരത്തിൽ എത്തി നിൽക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നു ആ ഒരു നമ്പറിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു സംശയം. അല്ല, അതിൽ ഈ 112 എന്ന് പറയുന്നത്
ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ടോൾ ഫ്രീ നമ്പറാണ്. ആ ടോൾ ഫ്രീ നമ്പർ ഏർപ്പാടാക്കിയിട്ടുള്ളത് ആരാ? ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ ആരാ കൈകാര്യം ചെയ്തത്? പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഇതുപോലെ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പരാതി വന്നാൽ അവർക്ക് പരാതിപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ ടോൾ ഫ്രീ നമ്പർ വട്ടന്മാർക്ക് വിളിക്കാനുള്ള ടോൾ ഫ്രീ നമ്പറാണെന്നാണ് അയാളുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി പറഞ്ഞത്. ഇത് പിണറായി വിജയൻ്റെ മോന്ത കുറ്റിക്കിട്ട് അടി കൊടുക്കുന്നതിന് തുല്യമല്ലേ? പിന്നെ ഇതുപോലുള്ള ആളുകൾ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ CPM എന്ന് പറഞ്ഞ സംവിധാനത്തിൻ്റെ ഒരു അപജയത്തിൻ്റെ, അതിൻ്റെ ഒരു ജീർണതയുടെ പടുകുഴിയാണ് എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അയാളെ പിന്തുണയ്ക്കുന്ന ഒരു അഭിഭാഷകനോടൊന്ന് ചോദിക്കുകയാണ്, പരാതി വേണ്ടേ? ആര്? പിണറായി വിജയൻ ഭരിക്കുമ്പോൾ. എൻ്റെ സുഹൃത്തെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. 2017 ജിഷ്ണു പ്രണോയ് എന്നും പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മ മഹിജ നടത്തുന്ന ഒരു സത്യാഗ്രഹം DGP ഓഫീസിൻ്റെ മുമ്പിൽ കാണാൻ പോയ എന്നെ ഇയാളുടെ പരമോന്നത നേതാവ് പിണറായി വിജയൻ പിടിച്ച് 8 ദിവസം ജയിലിലിട്ടു. 8 ദിവസം ജയിലിലിട്ടു 2017. ഇപ്പോൾ 2026 ഈ ആൾക്കൊന്ന് പറയാൻ പറ്റുമോ എന്നെ എന്തിനാ ജയിലിലിട്ടത്? എനിക്കറിയില്ല. 2026 സെപ്റ്റംബറിൽ ഒരു CPMൻ്റെ ഒരു വനിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു MLA-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. വീഡിയോ ചെയ്ത ഉടനെ തന്നെ ഇയാൾ പറയും, അത് പരാതി കിട്ടിയിട്ടല്ലേ അറസ്റ്റ് ചെയ്തെന്ന് ചോദിക്കും. ഏത് പരാതി എഴുതി എന്നെ ജാമ്യത്തിലിട്ടിട്ട് ആ കേസ് വാദത്തിന് വന്നപ്പോഴത്തേക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പോലീസുകാരനോട് ചോദിച്ചു, നിങ്ങൾ ഇയാൾക്കെതിരെ എപ്പോഴാണ് FIR ഇട്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 6-5-നാണ് FIR ഇട്ടെന്ന് പറഞ്ഞു. ശരി, അയാളെ അറസ്റ്റ് ചെയ്തെപ്പോഴാണെന്ന് ചോദിച്ചു. 1 മണിക്കൂർ 55 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്യുക, എറണാകുളത്ത് 6-5-ന് FIR ഇടുക. അപ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് തന്നെ നാണക്കേട് തോന്നിയിട്ട് അടി ചോദിച്ചത്, എന്തോന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? അപ്പോൾ നിങ്ങൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് 1 മണിക്കൂർ 55 മിനിറ്റിൽ നിങ്ങൾ എത്തിയോ? അയാളെടുത്ത് റിമാൻഡ് റിപ്പോർട്ട് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് എനിക്ക് ജാമ്യം തന്നു. എന്തുകൊണ്ടാണ് എനിക്കെതിരെ കേസെടുത്തത്? ഞാൻ ഈ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്നുണ്ട്. അത് ഇയാൾക്ക് എന്താണ് മനസ്സിലാവാത്തത്? ഇയാളെന്തോ ഈ നിയമത്തിൻ്റെ എന്തോ മകുട ഉദാഹരണമാണ് പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് ധരിച്ച് വശായിരിക്കുന്നൊരു പാവപ്പെട്ട മനുഷ്യനാണ്. ഇയാൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയത്തില്ല. ഇയാൾ പരാതിയെക്കുറിച്ചിട്ട് പറയുന്നു. മുഖ്യമന്ത്രിയുടെ അപ്പുറത്തെ മുറിയിൽ ഇരിപ്പുണ്ട് ഒരു P. ശശി. ആ P. ശശിക്കെതിരെ 2 പരാതിയാണ് പോലീസിൽ കൊടുത്തത്. പോലീസിലെ ഇയാൾ പറയുന്നത് പോലീസിൽ പരാതി ഇല്ലാത്തതുകൊണ്ടാണെന്നാണല്ലോ പറയുന്നത്. 2 പരാതി പോലീസുകാരുടെ അടുത്ത് കൊടുത്തു. അയാളെ അച്യുതാനന്ദൻ ഇടപെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അയാൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയാണ്. അഭിഭാഷക, പാവത്തിന് ഇതൊന്നും അറിയത്തില്ല. പിന്നെ ഇയാൾക്ക് അറിയാൻ പാടില്ലാത്തൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. എന്താണെന്നറിയോ? ധാർമ്മികത. അതാണ് CPM ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ഈ അഭിഭാഷകന് അറിയില്ല. അദ്ദേഹം ഉടന്നിരുന്നിങ്ങനെ വാദോരാതിങ്ങനെ സംസാരിക്കുകയാണ്. CPMന് വലുത് ധാർമ്മികതയാണ്. ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച ഒരു നേതാവ് ഇവിടെ ഉണ്ടായിരുന്നു, അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. ആ അച്യുതാനന്ദൻ ഇരിക്കുന്ന സമയത്ത് ഇവൻ, ഈ വിടൻ, ഈ കാമവറിയൻ, ഈ നരാധമൻ സ്വന്തം ഭാര്യയെ അടിച്ചു. അവർ വന്നിരുന്ന് TV പറയുന്നത് ഇന്ന് രാവിലെ ഞാൻ കേട്ടു. എന്നെ പെടലിക്ക് വിളിച്ചു, പൊക്കി, ഞാൻ ചത്തുപോകുമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ കിടന്ന് അലറി വിളിച്ചു. എന്നാൽ സ്ത്രീ യാമിനി തങ്കച്ചി വന്നിരുന്ന് അവർ TV കൂടെ പറയുന്നത് ഞാൻ കേട്ടു. അത് 2013 ഈ വിടൻ ഇവൻ ചെയ്തത്. അന്ന് ഈ അച്യുതാനന്ദനും അന്ന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ ഇവനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് സകല പണിയും ചെയ്തു. അങ്ങനെ പാവപ്പെട്ട ഉമ്മൻചാണ്ടി അന്ന് രാജിവെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവൻ ചെയ്തത് എന്താ? സോളാർ വിഷയത്തിൽ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള CBI റിപ്പോർട്ടിൽ ഇവനെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് എന്താ? സോളാർ പരാതിക്കാരിയിൽ ഇവനൊരു കുട്ടിയുണ്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എഴുതി വെച്ചിരിക്കുക. അവനത് കഴിഞ്ഞു ആ പണി തുടർന്നു. എന്താ കാരണം? CPMകാർ അവരുടെ സംരക്ഷണയിൽ വന്നു. CPMകാർ അവനെ മത്സരിപ്പിച്ചു. CPMകാർ അവനെ ജയിപ്പിച്ചു. അവൻ ആ പണി വീണ്ടും തുടർന്നിട്ട് ഇപ്പോൾ 2ാമത്തെ ഭാര്യ കിട്ടും ഇതേ പണി അവൻ തന്നെ ചെയ്തിരിക്കുന്നു. അപ്പം അല്ല, അവിടെ ഒരു കാര്യം ശ്രീ ഷാജഹാൻ, ഇവിടെ അന്ന് ഈ മുഖ്യമന്ത്രി സംരക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചവരാണ് ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം അടക്കവും ഈ വിഷയമൊക്കെ വന്നപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, ഈ യാമിനി തങ്കച്ചിയുടെ തന്നെ ചില ഇതുപോലുള്ള ആ ഒത്തുതീർപ്പ് കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെയോ വന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അങ്ങനെയുള്ളൊരു ഒത്തുതീർപ്പ് ഞങ്ങൾ അംഗീകരിക്കില്ല, അതൊന്നും വിലപ്പോകില്ല, രാജിവെച്ചേ മതിയാകൂ എന്ന് ആക്രോശിച്ചവരാണ് പറഞ്ഞത്. ജോയി, ഞാൻ കൂടുതൽ ഇത് ചെയ്യുന്നില്ല. ഈ ധാർമ്മികത എന്ന് പറഞ്ഞൊരു സാധനം CPMനുണ്ടെന്ന് ഈ പാവപ്പെട്ട അഭിഭാഷകന് അറിയില്ല.
അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാത്രമല്ല, ഇടതുപക്ഷത്തെ പലർക്കും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഹാർപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് CPM-ന്റെ ഇന്നത്തെ ഒരു അവസ്ഥ. അദ്ദേഹം കേരള കോൺഗ്രസ് മാണിയുടെ പ്രതിനിധിയാണെന്ന് പറഞ്ഞ അവിടെ ആ പാർട്ടിയുടെ അവസ്ഥ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. എന്തുകൊണ്ട് ഈ ഗണേഷ് കുമാറിനെ രാജിവെക്കണ്ട എന്ന് പറഞ്ഞു? അതിന് 2 കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഗാർഹിക പീഡന പരാതി നേരിട്ട ഒരാൾ പിണറായി വിജയൻ്റെ വീട്ടിലുണ്ട്. അത് പിണറായി വിജയൻ്റെ മൂത്ത മകൾ വീണ വിജയൻ്റെ ഭർത്താവ് മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസിനെ ആദ്യം കല്യാണം കഴിച്ച ഭാര്യ ഡോക്ടർ അവർ പരസ്യമായിട്ട് വന്നിരുന്ന് പറഞ്ഞെന്താ, എന്നെ പെടലിയൽ പൊക്കി ഭിത്തിയിൽ ഇങ്ങനെ ചേർത്ത് നിർത്തി, എന്നിട്ട് എന്നെ മുട്ടുകാലി കൊണ്ട് തൊഴിച്ചു എന്ന് ഈ മുഹമ്മദ് റിയാസിൻ്റെ ആദ്യത്തെ ഭാര്യ വന്ന് ചാനലുകളിൽ പറഞ്ഞത് യൂട്യൂബിലെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അത് പിന്നീട് വിവാഹമോചനമൊക്കെ നേടി അവിടെ പോയി. അപ്പോൾ ഗാർഹിക പീഡന പരാതി ഇതുപോലെ തന്നെ നേരിട്ട ഒരാളാണ് പിണറായി വിജയൻ്റെ മരുമകൻ. നാളെ ഗണേഷ് കുമാറിനെ ഇതിനകത്ത് നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഗണേഷ് കുമാർ നാളെ വന്നിട്ട് അല്ല മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ ഇതുപോലെ ഉണ്ടായതാണല്ലോ, എന്നിട്ട് അയാളെ മന്ത്രിയാക്കി ഇരുത്തുമ്പോഴാണോ എന്നെ നിങ്ങൾ പുറത്താക്കുന്നതെന്ന് പിണറായി വിജയനോട് ചോദിച്ചു കഴിഞ്ഞാൽ നാണം കിട്ടു പോകില്ലേ പിണറായി വിജയൻ്റെ മകൾ നാണം കിട്ടു പോകില്ലേ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ, 2016 ഈ പിണറായി വിജയൻ അധികാരത്തിൽ വരാനുള്ള കാരണക്കാരനാണ് ഗണേഷ് കുമാർ. നമ്മൾ മറന്നു പോകരുത്. സോളാർ പരാതിക്കാരി എഴുതി കൊടുത്തൊരു കത്തുണ്ട്. ആ കത്തിൽ 4 പേജ് കൂടി. ആ 4 പേജിലാണ് പാവപ്പെട്ട ഉമ്മൻചാണ്ടി ഈ സോളാർ പരാതിക്കാരിയെ ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള വാദം വന്നത്. ആ 4 പേജ് എഴുതി കൊടുത്തതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചനയിൽ ഈ ഗണേഷ് കുമാർ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഗണേഷ് കുമാറിനാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഗണേഷ് കുമാറിനെ പുറത്താക്കി നിർത്തിയാൽ ഗണേഷ് കുമാർ അന്ന് പിണറായി വിജയന് വേണ്ടി നടത്തിയൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ വിഷയങ്ങൾ ഇയാൾ പുറത്തു പറഞ്ഞാൽ പിണറായി വിജയൻ്റെ തുണി ഉരിഞ്ഞു പോകും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇയാളെ. കാരണം 2016 പിണറായി വിജയനെ അധികാരത്തിൽ കൊണ്ടുവന്നവനാണ് ഈ കാമവെറിയൻ, അധികാരത്തിൽ കൊണ്ടുവന്നവനാണ് ഈ കാമഭ്രാന്തൻ. അതിനുവേണ്ടി പാവപ്പെട്ട കാരുണ്യവാനായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വെച്ച് ഈ സോളാർ പരാതിക്കാരിയോ ആയിട്ട് ലൈംഗിക വൈകൃതം നടത്തി എന്നുള്ള കത്തെഴുതി കൊടുക്കുന്നതിൻ്റെ പുറകിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവനാണ് ഈ കാമഭ്രാന്തൻ ഈ കാമഭ്രാന്തനായിട്ടുള്ള ഈ ഗണേഷ് കുമാർ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഉമ്മൻചാണ്ടിക്ക്. ശരി, ഉമ്മൻചാണ്ടിയെ ഒന്ന് ഗണേഷ് കുമാർ ഒന്ന് ഇരുത്തി നോക്കി, അല്ല പിണറായി വിജയനെ ഒന്ന് ഗണേഷ് കുമാർ ഒന്ന് ഇരുത്തി നോക്കിയാലുണ്ടല്ലോ ഈ ഇരട്ടച്ചങ്കരായിട്ടുള്ള പിണറായി വിജയൻ മൂത്രമൊഴിക്കും. ശരി, അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും നടക്കില്ല. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾ ആടി 2 ചെകിട്ടത്തും ഈ ഏപ്രിൽ 26 നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൊടുത്തോളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് എനിക്ക് അവസാനമായി ഈ അഭിഭാഷകനോട് പറയാനുള്ളത്, ഈ അഭിഭാഷകൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഈ CPM-ന് ധാർമ്മികത എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. അത് ഇനിയെങ്കിലും ഒക്കെ മനസ്സിലാക്കിയിട്ട് ചാനൽ ചർച്ചയ്ക്കൊക്കെ പോയാൽ നല്ലത് എന്ന് മാത്രമേ എനിക്ക് ഈ അഭിഭാഷകനായിട്ടുള്ള എൻ്റെ സുഹൃത്തിനോട് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീനാഥ് ദേവി, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെയോ ഭയപ്പാട് മുഖ്യമന്ത്രിക്ക് ഉള്ളത് കൊണ്ടാണോ ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ശ്രീ ഷാജഹാൻ ചൂണ്ടിക്കാട്ടിയത്, അങ്ങനെ ഒരു ഭയപ്പാട് ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ കൂടെ നടപടിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്? മ്യൂട്ടാണെന്ന് തോന്നുന്നു. ആ മ്യൂട്ട് ഒന്ന് മാറ്റാമോ? കേൾക്കാമോ? കേൾക്കാം. ഹലോ. കേൾക്കാം. ഒരു സ്ത്രീ അവരുടെ വീടിനകത്ത് അകപ്പെട്ടു പോകുന്ന സാഹചര്യം, ആ വീട് മറ്റുള്ളവർ ലോക്ക് ചെയ്യുന്ന സാഹചര്യം, ഭയപ്പാടോടുകൂടി 112ലേക്ക് വിളിക്കേണ്ട സാഹചര്യം. ശ്രീലേഖ എന്ന് പറയുന്ന ഒരു സമയത്ത് ഈ സംസ്ഥാനത്തെ ഏറ്റവും സമുന്നതയായ പോലീസ് ഉദ്യോഗസ്ഥയെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ അഭയം ആശ്രയിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. അതിനോടൊപ്പം തന്നെ പിന്നീട് അതിനെ തുടർന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ, അതൊരു ചെറിയ ഒരു ഔദ്യോഗികമായിട്ടുള്ള പദവി അല്ലെങ്കിൽ പോലും അതിശക്തമായിട്ട് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത്രയും വലിയ സ്വാധീനത്തിലേക്ക് ശ്രമിച്ചതാണ് ഈ പറയുന്ന ശ്രീമതി ബിന്ദു മേനോൻ. അപ്പോൾ ഇത്രയും ശക്തരായിട്ടുള്ള 2 സ്ത്രീകളെ അവരോട് ഈ വിഷയം പറയുകയും വളരെ നിരാലംബയായി നിസ്സഹായയായി ആശ്രയമില്ലാതെ സ്വന്തം വീടിനകത്ത് അകപ്പെട്ടു പോവുകയും 112ലേക്ക് വിളിക്കുകയും പോലീസിന്റെ സഹായം തേടുകയും അവരുടെ സഹായം നിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തി അല്ലെങ്കിൽ വീഡിയോകൾ എടുത്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് ആ ഫോൺ കൈക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സ്റ്റാഫ്, ഇതിനെ എങ്ങനെയാണ് ഒരു കുടുംബ പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക? ഇവിടെ ഇത്രയും ഗുരുതരമായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേവലം കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തള്ളാൻ സാധിക്കുന്ന ഒരു വസ്തുത, ഒരു സംഭവമല്ല അവിടെ നടന്നിട്ടുള്ളത്.
ഇവിടെ ചോദിക്കേണ്ടത് ആ വീടിനകത്തുണ്ടായിരുന്ന ഈ പറയുന്ന മന്ത്രിയുടെ സ്റ്റാഫ് ആയിട്ടുള്ളവർ, അവർക്ക് ശരിക്കും എന്തിനാണ് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നത്? എന്ത് ജോലി ചെയ്യാനാണ് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നത്? അവരെന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരു മുറിക്കകത്ത്, ഒരു വീടിനകത്ത് മന്ത്രിക്ക് എന്ത് തരം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാരിന്റെ ശമ്പളം അവർ നേടുന്നത്? അപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ ടാക്സ് വാങ്ങി എടുത്തുകൊണ്ടിട്ടാണ് ഈ സംവിധാനങ്ങൾ മുഴുവൻ, ഈ കേരളത്തിലെ വിഭവങ്ങളും ഈ കേരളത്തിലെ ജനങ്ങളുടെ ടാക്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും വരുമാന സ്രോതസ് ഉണ്ടാക്കി എല്ലാവർക്കും ശമ്പളവും കൊടുത്തൊരു നാടിനെ പരിരക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കേരളത്തിന്റെ വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ എന്ത് തരം സേവനങ്ങളാണ് അയാളുടെ സ്റ്റാഫുകൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്നും വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു. അപ്പൊ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ധാർമ്മികത എന്ന് പറയുന്നതിനൊക്കെ ഡിഫൈൻ ചെയ്യുന്ന തലത്തിലേക്കൊന്നും നമുക്ക് പോകണ്ട. മറിച്ച് ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള നിയമപ്രശ്നങ്ങളും ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടായ ഇത്രയും വലിയ വീഴ്ചയും ഉണ്ടായിട്ട് അങ്ങനെ ഒരു മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുവാൻ കേരളത്തിലെ പിണറായി വിജയന് സാധിക്കുന്നില്ല എങ്കിൽ, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എങ്കിൽ, ഒരു മറ്റുള്ള മുന്നണിയിലെ മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാർക്ക് ഒന്നും തന്നെ സാധിക്കുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇത് അവർ ഭയക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക്, ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റ് കൊടുക്കാവുന്ന ഏറ്റവും മോശമായ മെസ്സേജുകൾ മുഴുവൻ കൊടുത്തുകൊണ്ടുള്ള 10 വർഷക്കാലത്തെ ഭരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷയുണ്ടാകും, നീതി ലഭിക്കുമെന്നുള്ള വെറും വാഗ്ദാനങ്ങൾ മാത്രം കേട്ടുകൊണ്ട് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കേണ്ട സാഹചര്യം. നമ്മൾ ഇപ്പൊ രാഷ്ട്രീയപരമായി പറയുകയാണെങ്കിൽ ശൈലജ ടീച്ചറെ പോലെയൊക്കെയുള്ള വലിയ ഒരു നേതാവ് ചെന്നുകൊണ്ട് സാധാരണക്കാരായ സ്ത്രീകളോട് ഓണത്തിന് നിങ്ങൾക്ക് തുച്ഛമായ പണം തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് സാഹചര്യവും ഒരു സാധാരണക്കാരന്റെ നിസ്സഹായതയെ അല്ലെങ്കിൽ അവന്റെ സാമ്പത്തികമില്ലായ്മയെ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ദാരിദ്ര്യം എന്ന് തന്നെ വിളിക്കാം, അതിദാരിദ്ര്യമൊക്കെ തുടച്ചു നീക്കപ്പെട്ടു എന്നൊക്കെ നമുക്ക് പേപ്പറിൽ എഴുതി വെക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ദാരിദ്ര്യ അവസ്ഥയെ അല്ലെങ്കിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് വോട്ടാക്കാൻ ശ്രമിക്കുക. മുൻപ് ഞാൻ പറഞ്ഞ പോലെ അതിജീവതയെ ഉപയോഗിച്ചുകൊണ്ട് അത് വോട്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് ഉപയോഗിച്ചാലാണ് തങ്ങൾക്ക് അടുത്ത ഭരണം കൂടി നേടാൻ സാധിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. ശബരിമല കേസ് തന്നെ, അവിടെയും സ്ത്രീകളെയാണ് ആദ്യം മറയായിട്ട് ഉപയോഗിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾക്ക് മുൻപ് 2020 ജനുവരി മാസത്തിലാണ് എന്ന് തോന്നുന്നു മനുഷ്യച്ചങ്ങല നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായി. ആ മനുഷ്യച്ചങ്ങലയിൽ തന്നെ നമ്മൾ കണ്ടത് എന്താണ്? ആ മനുഷ്യച്ചങ്ങല നടക്കുന്നതിന്റെ ജനുവരി 1-ാം തീയതിയാണ് എന്നാണ് എന്റെ ഓർമ്മ. അതിന്റെ തലേന്ന് രാത്രി, അന്ന് വെളുപ്പാൻ കാലത്ത് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ എല്ലാ കാലത്തും സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, രാഷ്ട്രീയ നേട്ടങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ ഉപയോഗിക്കാം എന്നുള്ള കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് സ്ത്രീ സംരക്ഷണ നിയമങ്ങളൊന്നും തന്നെ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിന് സാമാന്യനം ഒരു സ്വാഭാവിക രാഷ്ട്രീയ മര്യാദയുള്ള ഒരു സ്ത്രീപക്ഷ നിലപാട് ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും കെ ബി ഗണേഷ് കുമാർ ഇന്ന് ഈ നിമിഷം മന്ത്രിസഭയിൽ ഉണ്ടാകുമായിരുന്നില്ല. അയാൾക്കെതിരെ പാർട്ടി മുന്നണി അയാളെ പുറത്താക്കുവാനും അല്ലെങ്കിൽ അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള തീരുമാനം ഉറപ്പായിട്ടും എടുത്തിരുന്നേനെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ സ്ത്രീകൾക്ക്, മനുഷ്യർക്ക് ആഭ്യന്തര വകുപ്പിന്റെ കയ്യിൽ നിന്ന് വീഴുന്ന വലിയ വീഴ്ചയായി തന്നെ ഇത് വിലയിരുത്തേണ്ടി വരും. കാരണം ഈ ആഭ്യന്തര വകുപ്പിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അദ്ദേഹത്തോട് അദ്ദേഹം എന്ത് തരം സ്ത്രീ സംരക്ഷണം അവിടെ കൊടുക്കുന്നുണ്ട് എന്ന് കൂടി നമുക്ക് ചോദിക്കേണ്ടി വരും. അദ്ദേഹത്തെ കുറിച്ചുള്ള പരാതികൾ, എത്രയോ പരാതികൾ അദ്ദേഹത്തിന്റെ പേരിൽ എഴുതാതെ പോയിട്ടുള്ള പരാതികളുണ്ട്, കൊടുക്കാതെ പോയിട്ടുള്ള പരാതികളുണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെയും കൊച്ചുമകളുടെയും ഒക്കെ പ്രായമുള്ള പെൺകുട്ടികളുടെ ഭാഗത്തുനിന്നുള്ള പരാതികളില്ലേ? ശരി, തീർച്ചയായും ഞാൻ ശ്രീ സതീഷ് വസന്ത, ഇവിടെ ഇനിയിപ്പോഴേ ഈ സ്ത്രീപക്ഷ നിലപാട് അല്ലെങ്കിൽ സ്ത്രീകൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് ഈ KSRTC-യിലും അതുപോലെ തന്നെ ഈ റോഡിൽ ഉയർത്തിയിരിക്കുന്ന ഈ ഫ്ലക്സുകളൊക്കെ ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. നോക്കൂ ജോയി, ഈ നിങ്ങൾ ഒരു കാര്യം വെച്ച് ഒരു ഇലാബറേറ്റ് ആയിട്ട് നിങ്ങൾ പറയുന്നത് നോക്കി, ഇടതുപക്ഷം എന്നും സ്ത്രീപക്ഷത്തിൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കുക, എവിടെയാണ് നിങ്ങൾ LDF സ്ത്രീപക്ഷത്ത് നിൽക്കാതെ ഇരുന്നിട്ടുണ്ട്? ഏതെങ്കിലും ഒരു കേസുകൾ പറയും. നിങ്ങൾ കേസുകൾ പറയും. ഞാൻ പറയുന്നത് ഒരു സാഹചര്യം അനുസരിച്ച്, ഒരു സന്ദർഭത്തിനനുസരിച്ച് ഞാൻ പറയുന്നത് ഒരു അഭിഭാഷകൻ സാറിപ്പം ഷാജഹാൻ സാർ ഒരു അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഏതോ സിനിമയിൽ ദിലീപ് വിളിക്കും പോലെ സാറേ എന്ന് വിളിക്കും പോലെ എന്നെ വിളിക്കുന്നറിയാം. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു കേസിനെ സംബന്ധിച്ച് അതൊരു കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ പിന്നെ കോടതിക്ക് എടുക്കുമ്പോൾ സുമോട്ടോ കേസ് എടുക്കേണ്ടി വരും. അത് സ്വമേധയാ കേസ്. എന്നുള്ള നമ്പർ ഒന്ന് ഇല്ലാതാക്കണേ. അല്ല 112 ഞാൻ പറഞ്ഞിട്ട് 112 വിളിച്ചപ്പോഴത്തേക്ക് അവിടെ പിങ്ക് പോലീസ് എത്തിയില്ലേ? ആ സമയത്ത് പിങ്ക് പോലീസ് എത്തിയില്ല. അത് ഞാൻ
ഞാൻ പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് അവര് നോക്കിയപ്പോഴത്തേക്ക് ഭാര്യ ഭർത്താവായിട്ടുള്ള പ്രശ്നം അല്ല വേറെ ഞാൻ പറഞ്ഞു ഭാര്യ പ്രശ്നമുണ്ട്. അല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം അടുക്കള പ്രശ്നമാണോ? ഞാൻ പറഞ്ഞു സാറേ ഇപ്പൊ അദ്ദേഹത്തിന്റെ കാണാൻ സ്ത്രീയെ പീഡിപ്പിക്കുന്നു പറഞ്ഞാൽ ശരി, ഇത് അങ്ങനെ ഒരു സംഭവം അല്ലല്ലോ. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇനിയും പരാതി കൊടുക്കാം. നിങ്ങൾ മുഖ്യമന്ത്രി അവിടെ ഇന്നലെ രാത്രി നടന്ന ഗൂഢാലോചനയ്ക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. ശ്രീ നിയമശോചർ, നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് അവസാനിപ്പിക്കാം. താങ്കൾക്ക് ഈ പറഞ്ഞ ഇപ്പോൾ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറയും ഇപ്പോഴും ആവർത്തിക്കുന്ന പരാതിയിൽ എല്ലാവരും പറയുന്നതാണ്, ഇതായത് ക്ലോസ്ഡ് ചാപ്റ്റർ. അങ്ങനെ ക്ലോസ്ഡ് ആയോ ഈ ചാപ്റ്റർ? അല്ലേ, ഞാൻ പറയുന്നത് കേരളത്തിൽ ഇപ്പം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ക്ലോസ്ഡ് ചാപ്റ്റർ ആണല്ലോ. ആരാണ് നടപടി സ്വീകരിക്കേണ്ടത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ് നടപടി സ്വീകരിക്കേണ്ടത്, കേസെടുക്കേണ്ടത്. അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ലല്ലോ. എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ശരിക്കും ഈ സർക്കാർ എന്ന് പറയുന്നത് പറയാൻ പാടില്ലാത്തത് ഗണേശിൻ്റെയും അതുപോലെ തന്നെ സരിതയുടെയും അവിഹിതത്തിലുണ്ടായ ഒരു കുട്ടിയാണ് ഈ പിണറായി സർക്കാർ, അല്ലേ? ഞാൻ പറഞ്ഞത് ശാരീരികമായ ബന്ധമല്ല, ആ ഗൂഢാലോചന അതിലുണ്ടായ കുട്ടിയാണ് പിണറായി സർക്കാർ. ജനിപ്പിച്ച തന്തയോട് ആരും നന്ദിയോട് കാണിക്കത്തില്ല. അപ്പൊ പിണറായി സർക്കാർ ഒരിക്കലും ഗണേശനോട് നന്ദിയോട് കാണിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ആ നന്ദിയും കടപ്പാടും പിണറായി വിജയൻ എപ്പോഴും കാണിക്കുമെന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, സ്ത്രീകളോട് എപ്പോഴാണ് ഇവർ നീതി പുലർത്തിയിട്ടുള്ളത്? ഞാൻ ചോദിക്കുന്നത്, ഈ ആശാപ്രവർത്തകർ സമരം നടത്തിയപ്പോൾ നമ്മൾ കണ്ടല്ലോ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാൻ അവർ ശ്രമിച്ചു, ഇല്ലേ? ക്രിമിനലാണെന്ന് പറഞ്ഞു, പാട്ടക്കുട്ടി സമരം ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവർക്കെതിരെ ശബ്ദമുയർത്തുന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു മര്യാദയില്ലാതെ അധിക്ഷേപിക്കും. ഒരു വർഷത്തോളം അവിടെ സമരം ചെയ്തു, അവരെ മഴയത്തും വെയിലത്തും ഇരുത്തി സമരം ചെയ്ത ആളുകളാണ്. ഇങ്ങനെയാണോ സ്ത്രീകളോടുള്ള കടപ്പാട് സ്വീകരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ അടക്കമുള്ള പൊതുപ്രവർത്തകർ, വനിതാ പൊതുപ്രവർത്തകരുണ്ട്. നമ്മുടെ എത്രയോ സഹപ്രവർത്തകരെ സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം അശ്ലീലമായി ആക്രമിക്കുന്നു. എന്ത് നടപടി ഈ ഗവൺമെൻറ് സ്വീകരിച്ചു? നിങ്ങൾ പറ. നിങ്ങൾ ഈ പറയുന്ന വനിതാ പ്രവർത്തകർ പ്രതികരണം നടത്തുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി പറയുന്ന വൃത്തികേടുകൾക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ടോ? എന്നാൽ വനിതാ പ്രവർത്തകർ എന്തെങ്കിലും ഒരു പരാതി കൊടുത്താൽ അപ്പം തന്നെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ. നിങ്ങളുടെ നേതാക്കൾ പരാതി പറഞ്ഞാൽ നടപടി, ഞങ്ങൾക്കെതിരെ നടപടിയില്ല, ഞങ്ങൾ പരാതി പറഞ്ഞാൽ ഒരു നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അവിടെ കൃത്യമായ പക്ഷപാതമുണ്ട്, കൃത്യമായ സെലക്റ്റീവായിട്ടുള്ള ഇടപെടലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനിപ്പിച്ച തന്തയെ ഒരിക്കലും പിണറായി സർക്കാരും പിണറായി വിജയനും തള്ളി പറയുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അധികാരം എങ്ങനെയൊക്കെ ദുർവിനിയോഗം ചെയ്യാമെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്. ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇത് മാത്രമല്ല, ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ ഒരു FIR ഇട്ടത് നിങ്ങൾ കാണിച്ചു തരാൻ കഴിയുന്നുണ്ടോ? ഇവിടെ ഇടതുപക്ഷ നേതാക്കൾ ചെയ്തിട്ടില്ല എന്നാണോ പറയുന്നത്? കുറ്റങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്, പക്ഷേ ഒന്നുപോലും FIR ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ അത്രയും ഇടതുപക്ഷ നേതാക്കളെ, കുറ്റവാളികളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വ്യക്തമാണ്. നന്ദി ശ്രീ ശ്രീനാദേവി കുഞ്ഞമ്മ, ഒപ്പം തന്നെ ശ്രീ നിയമശജീർ, അഡ്വക്കേറ്റ് KM ഷാജഹാൻ, അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. ഈ ചർച്ച ഇന്നിവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും നാളെ കാണാം. ജയ് ഹിന്ദ്.